Hello dear students, welcome to the new chapter Probability. ചർച്ച ചെയ്യാൻ പോണത് പ്രോബബിലിറ്റി ആണ്, സാധ്യതകൾ അല്ലെ. തുടങ്ങാം നമുക്ക്. റാൻഡം എക്സ്പെരിമെന്റ്. An experiment is called random experiment if it satisfies some conditions. First one, it has more than one possible outcome. It is not possible to predict the result in advance. ഈ രണ്ട് കണ്ടീഷൻ നോക്കാം. It has more than one possible outcome. ഇതിൽ ഒന്നിലേറെ സാധ്യമായ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം, റിസൾട്ടുകൾ ഉണ്ടായിരിക്കണം. അത് മാത്രം പോരാ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. അതായത് മുൻകൂട്ടി അതിന്റെ റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാൻ കഴിയാനും പാടില്ല. അത്തരം കണ്ടീഷൻസ് ഒക്കെ അനുസരിക്കുന്നതിന് മാത്രമാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഒരു ബോക്സിൽ ഒരുപാട് വൈറ്റ് ബോൾസ് ഉണ്ട്, വെളുത്ത പന്തുകൾ. ഒരു 40 വൈറ്റ് ബോളുകൾ. വേറെ ബോളുകളൊന്നുമില്ല, ഒറ്റ കളറേ ഉള്ളൂ. ആ ബോക്സിൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കുകയാണ്, വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. അതിലേക്ക് നോക്കാതെ നമ്മൾ അതിനൊരു ബോൾ എടുക്കണം. അങ്ങനെ ഒരു ബോൾ എടുത്താൽ അത് ഉറപ്പായിട്ടും വൈറ്റ് ആയിരിക്കും. കാരണം എന്താ, അവിടെ മറ്റൊരു കളറില്ല അല്ലേ. ഒന്നിലേറെ കളർ ഉണ്ടെങ്കിൽ, വൈറ്റും അതിലൂടെ ബ്ലാക്ക് ഉണ്ടെങ്കിലോ, 40 വൈറ്റ് ബോളും ഒരു ബ്ലാക്ക് ബോൾ ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊരു ബോൾ എടുത്താൽ ഉറപ്പായിട്ടും വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ആ ഒരു ബ്ലാക്ക് കിട്ടിയാലോ. ഇനി വൈറ്റും ബ്ലാക്കും റെഡും ഉണ്ടെങ്കിൽ 3 കളറാണെങ്കിലും ഒരു 50 വൈറ്റ് ഉണ്ട്, ഒരു ബ്ലാക്കും ഒരു റെഡും ആണ് കിട്ടി. 50 വൈറ്റ് ഉണ്ട്, ബ്ലാക്കും റെഡും ഓരോന്നുള്ളൂ. എങ്കിലും നമുക്ക് ഉറപ്പായിട്ടും വൈറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും വൈറ്റ് കിട്ടണമെങ്കിൽ അതിന് വൈറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ചിലപ്പോ നമുക്ക് ആ ബ്ലാക്ക് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ആ റെഡ് കിട്ടിയേക്കാം. അപ്പൊ ചുരുങ്ങിയത് 2 കളറെങ്കിലും അവിടെ ഉണ്ടാവണം. 2 കളർ ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ 2ഓ അതിന്റെ മുകളിൽ എത്രയാവും, 3 കളർ 4, 5, 6 ഒക്കെ കൊടുക്കും. ഒരു കളർ ഒറ്റക്കാണെങ്കിൽ നമുക്ക് അവിടെ പ്രോബബിലിറ്റി പറയാൻ പറ്റില്ല, സാധ്യത എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ അത് ഷുവറാണ്, ഉറപ്പല്ലേ, ഉറപ്പ്, ഷുവർ ഇവന്റ് എന്ന് പറയാം, ഷുവർ എന്ന് പറയും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കം. അതിന് സാധ്യമായ ഒന്നിലേറെ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. ഇനി ഒന്നിലേറെ ഔട്ട്കംസ് 2, 3, 4 ഔട്ട്കംസ് മാത്രം ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് അതിന്റെ റിസൾട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നു. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കളർ ഒറ്റക്കാണെങ്കിൽ എന്തായാലും അവിടെ പ്രോബബിലിറ്റി ഇല്ല. അവിടെ പ്രോബബിലിറ്റിക്ക് ഒരു പ്രോബബിലിറ്റി ഇല്ല, സാധ്യതക്ക് ഒരു സാധ്യത ഇല്ല. അവിടെ ഷൂറാ, ഉറപ്പാ. ഇനിയിപ്പോ 2 കളർ എഴുതിക്കും, വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. കുറെ വൈറ്റ് ഉണ്ട്, കുറെ ബ്ലാക്ക് ഉണ്ട്. നമ്മൾ ആ ബോക്സിലേക്ക് നോക്കാതെ അതിനൊന്നും എടുത്താൽ എന്താ, ബോക്സിലേക്ക് നോക്കിയെടുത്താല് വൈറ്റ് ബോളും ബ്ലാക്ക് ബോൾസും ഉണ്ട്. ആ ബോക്സിലേക്ക് നമ്മൾ നോക്കിയെടുത്താൽ, നമ്മൾ നോക്കിയെടുക്കുമ്പോ നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് നമ്മളെ കൈ കൊണ്ടുപോകാം. അപ്പൊ പിന്നെ നമ്മള് രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, നോബഡി ക്യാൻ പ്രെഡിക്ട് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി അതിന്റെ റിസൾട്ട് പറയാൻ പറ്റും. അതായത് കാണുന്നതിന് മുമ്പ് തന്നെ ഇതായിക്കാരം. നമുക്കിങ്ങനെ ഇഷ്ടമുള്ള എടുക്കാലോ, ഇഷ്ടമുള്ള എടുക്കുമ്പോ പിന്നെ അത് ഷുഗർ ഉറപ്പായി നമ്മൾ ഇഷ്ടമുള്ള കൈ കൊണ്ടുപോകാം. നമ്മൾ എടുത്തതിന് ശേഷം നോക്കാതെ എടുക്കാറ്, നോക്കാതെ എടുക്കുന്ന സംഭവിച്ചാൽ എടുത്തതിന് ശേഷമാണ് നോക്കുക, അപ്പോഴാണ് അത് കാണുക ഏത് കളറാണുള്ളത്. നേരെ മറിച്ച് നോക്കിയെടുക്കുകയാണെങ്കിലോ, നോക്കിയെടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പൊ അതെന്താ, ഇഷ്ടമുള്ള കിട്ടുകയാണ്. അപ്പൊ നോക്കാതെ എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, പ്രോബബിലിറ്റി സംഭവിക്കുള്ളൂ. ഇനി 2 കളറുണ്ട്, വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഒന്നിലേറെ കളർ വേണം, നമ്മൾ ഒന്നിലേറെ ഔട്ട്കംസ് ഉണ്ടാകുന്നോ. ഇനി 2 കളർ ആണെങ്കിലും പ്രോബബിലിറ്റി ചിലപ്പോൾ സാധ്യമാകും. എങ്ങനെയാണ്, വൈറ്റ് ബോൾസും ഉണ്ട് ബ്ലാക്ക് ബോൾസും ഉണ്ട്. അതിനൊരു ബോൾ നമ്മളേക്ക് നോക്കാതെ എടുക്കുക, ചിലപ്പോ വൈറ്റ് ആയിക്കാനും ചിലപ്പോൾ ബ്ലാക്ക് ആയിക്കാനും. റെഡ് കിട്ടൂല, കാരണം എന്താ, അതിൽ റെഡ് ഇല്ല. വൈറ്റോ ബ്ലാക്കോ ആകുമ്പോ ഇതിന് ബോൾ എടുത്താൽ റെഡ് കിട്ടും, ഇല്ല അല്ലെ. അപ്പൊ ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്. വൈറ്റ് ഉറപ്പിക്കാൻ പറ്റൂല, ബ്ലാക്കും ഉറപ്പിക്കാൻ പറ്റൂല, കാരണം എന്താ, 2 അതിലുണ്ട്. ഉറപ്പിക്കാൻ പറ്റണമെങ്കിൽ ഒരൊറ്റ കളർ മാത്രമായിരിക്കണം. അപ്പൊ ഇനി 2 കളർ ആയിരിക്കും, വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. നമ്മൾ എടുത്തതിന് ശേഷമല്ലേ നമുക്കത് ഏത് കളർ അറിയാം. എന്നാൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ കളറും പറയാൻ പറ്റും. അതായത് വൈറ്റ് ബോളുകളൊക്കെ ചെറുതാണ് വയ്ക്കുന്നത്, ബ്ലാക്ക് കുറച്ച് വലുതാണ് വയ്ക്കുന്നത്. വൈറ്റ് ബോൾസും ഉണ്ടെങ്കിലും ബ്ലാക്ക് ബോൾസ് ഉണ്ട്. വൈറ്റ് ചെറിയ ബോളുകളാണ്, ബ്ലാക്ക് വലിയ ബോളുകളാണ്. ഓക്കെ, നമ്മൾ ആ ബോക്സ് കിട്ടും കേട്ടോ. നമ്മൾ അതിനൊരു ബോൾ എടുക്കുകയാണ്. നമ്മൾ എടുക്കുമ്പോ അതിലേക്ക് നോക്കണില്ല, നമ്മളതിൽ കണ്ണടച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ നോക്കാതെ എടുക്കുകയാണ്.
അതിനെടുക്കുമ്പോ അതിനെ ടച്ച് ചെയ്യുമ്പോ തന്നെ നമുക്കത് ഫീൽ ചെയ്യും അല്ലെ, ഇത് ചെറുതാണ് അല്ലെങ്കിൽ ഇത് വലുതാണ് ഫീൽ ചെയ്യും. ഇത് ചെറുതാണ് അപ്പൊ ഇത് വൈറ്റ് ആയിരിക്കും, ഇത് വലുതാണല്ലോ അപ്പൊ ഇത് ബ്ലാക്ക് ആയിരിക്കും. നമുക്കത് മുൻകൂട്ടി അതിന്റെ റിസൾട്ട് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അവിടെ സാധ്യതയില്ല, ഉറപ്പാണ് നമുക്ക്. അതായത് ആ ബോളുകളൊക്കെ ഒരുപോലെ ഫീൽ ചെയ്യണം, ഒരേ സൈസ് ആയിരിക്കണം. ഒരേ സൈസ് ആയിട്ടും കാര്യമില്ല. ഇനി പറഞ്ഞത് ബ്ലാക്കും വൈറ്റും ചെറുതും വലുതായതുകൊണ്ടല്ലേ നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റും. കാണിന് മുമ്പ് തന്നെ ഇത് വലുതാണ് അതുകൊണ്ട് ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ചെറുതാണ് അപ്പൊ ഇത് വൈറ്റ് ആയിരിക്കും. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. കാരണം എന്താ, അതിൽ വൈറ്റ് ചെറുതാണ് ബ്ലാക്ക് വലുതായിരുന്നു. അപ്പൊ ഒരേ വലുപ്പാണെങ്കിൽ നമുക്ക് പറയാം എന്താവും, അപ്പൊ വൈറ്റും ബ്ലാക്കും സൈസ് കൊണ്ട് പിടിച്ചാൽ നമുക്ക് അതിന്റെ സൈസ് പെട്ടെന്ന് പറയാൻ പറ്റും, അതിന്റെ കളർ പറയാൻ പറ്റും അല്ലെ. എന്നാൽ ഒരേ സൈസ് ആണെങ്കിലും നമുക്ക് അവയുടെ കളർ തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും ഒരേ വലിപ്പാണ്. ഓക്കെ, ശരിയോ? നേരത്തെ അതാണല്ലോ പ്രശ്നം വന്ന്, രണ്ടും ഒരേ സൈസ്. ഓക്കെ, പക്ഷേ വൈറ്റ് കുറച്ച് സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. പക്ഷെ ബ്ലാക്ക് അങ്ങനെയല്ല, ബ്ലാക്ക് കുറച്ച് ഹാർഡാണ്. ഓക്കെ, കല്ല് മാതിരി കുറച്ച് നല്ല ബോൾ തന്നെയാണ്, നല്ല റൗണ്ട്, നമ്മളെ റൗണ്ട് മാതിരി ഷോർട്ട് പുട്ട് മാതിരിയൊക്കെ കരുതിക്കും. മറ്റേത് കുറച്ച് സോഫ്റ്റ് ആണ്, വൈറ്റും ബ്ലാക്കും. പക്ഷെ ഇവിടെ രണ്ടും ഒരേ സൈസാണ്, ഒരേ വലിപ്പാണ്. വലുത് ചെറുത് തിരിച്ചറിയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ അതിനൊരു ബോൾ എടുത്താൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇത് സോഫ്റ്റ് ആണല്ലോ അപ്പൊ ഇത് വൈറ്റ് ആയിരിക്കും, ഇത് നല്ല ഹാർഡാണ് അപ്പൊ ഇത് ബ്ലാക്ക്. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ലേ? ഇങ്ങനെയൊന്നും പറ്റൂല. ഇങ്ങനെയുള്ള സാഹചര്യം ഒന്നും പ്രോബബിലിറ്റി പറയില്ല, സാധ്യത പറയില്ല, അവിടെ ഷുവർ ആയിട്ടും പറയും. അപ്പൊ എല്ലാം ഒരുപോലെ ആയിരിക്കണം, തൊട്ടാൽ ഒരുപോലെ ഫീൽ ചെയ്യണം, ഒരേ വലിപ്പമായിരിക്കണം, ഒരേ ആകൃതിയും ഒരേ സൈസ് ആൻഡ് ഷേപ്പ്, ഒരേ ഷേപ്പ് ആയിരിക്കും, ഒരേ സൈസ് ആയിരിക്കും. അതിന്റെ എല്ലാം ഒരുപോലെ ഈക്വലി ലൈക്ലി ഒരുപോലെ എല്ലാം കൊണ്ടാണെങ്കിൽ മാത്രമേ അവിടെ പ്രോബബിലിറ്റി ഉള്ളൂ. അല്ലാത്ത സമയത്ത് അവിടെ ഷുവർ സംഭവിക്കും. അപ്പൊ പറഞ്ഞത് ഇറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കംസ്. അതിന് ഒന്നിലേറെ പോസിബിൾ ആയ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ 2 or 3 കളറോ 2 ആയിക്കോട്ടെ. പിന്നെ 2 കളറോ 3 കളറോ മാത്രം കാര്യമില്ല, അവരൊക്കെ ഒരുപോലെ ആയിരിക്കും. അതായത് അതിന്റെ റിസൾട്ട് മുൻകൂട്ടി പറയാൻ പറ്റരുത്. ഇത്രയും കണ്ടീഷൻസ് അനുസരിക്കുന്ന ഇതിനെയാണ് എക്സ്പെരിമെന്റിനാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഔട്ട്കം ആൻഡ് സാമ്പിൾ സ്പേസ്. റാൻഡം എക്സ്പെരിമെന്റ് പറഞ്ഞില്ലേ, ആ റാൻഡം എക്സ്പെരിമെന്റിലെ എല്ലാ റിസൾട്ടുകളെയുമാണ് നമ്മൾ ഔട്ട്കംസ് പറയുന്നത്. All the result of a random experiment is called outcome, and the set of all possible outcome is called the sample space. ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ അതിലുള്ള ഓരോ റിസൾട്ടുകളെയുമാണ് അതിനെ നമ്മൾ എന്താ പറയാ, ഔട്ട്കംസ് എന്ന് പറയാം. അങ്ങനെയുള്ള ഔട്ട്കംസിന്റെ ഒക്കെ സെറ്റിലേക്ക് അതിന്റെ സെറ്റ് ഔട്ട്കംസിന്റെ സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയാം, ഡിനോട്ടഡ് ബൈ എസ്. എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. എസ് സ്റ്റാൻഡ്സ് ഫോർ സാമ്പിൾ സ്പേസ്. ഓക്കെ, അങ്ങനെ നമ്മളെ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കം, ഓരോ എലമെന്റ് ഇല്ലേ, അതിനെ സാമ്പിൾ പോയിന്റ് എന്ന് പറയും. സാമ്പിൾ പോയിന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സാമ്പിൾ സ്പേസ് വെൻ എ കോയിൻ ഇസ് ടോസ്ഡ്. ഒരു കോയിൻ ടോസ് ചെയ്താൽ വരുന്ന സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്താ, കിട്ടുന്ന റിസൾട്ടുകളുടെ സെറ്റ് ചെയ്ത ഡിനോട്ടഡ് ബൈ എസ്. അപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്താൽ എന്തൊക്കെ കിട്ടുക അതൊക്കെ അതിന്റെ ഉള്ളിൽ എഴുതുക. അപ്പൊ അതെന്തായി, സാമ്പിൾ സ്പേസ് ആയി. ഒരു കോയിനർ എന്താ കിട്ടുക, ഒന്നെങ്കിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. എച്ച് അല്ലെങ്കിൽ ടി അല്ലെ, എച്ച് വരാം അല്ലെങ്കിൽ ടി വരാം. ഇതാണ് ഔട്ട്കംസ്. ഔട്ട്കംസിന്റെ സെറ്റിന് എന്താ പറയാ, യെസ്. അപ്പൊ 2 കോയിൻ ടോസ് ചെയ്താലോ എന്തൊക്കെയാണ് സാമ്പിൾ സ്പേസ്. ഡിസ്ക്രൈബ് ദ സാമ്പിൾ സ്പേസ് വെൻ 2 coins are tossed at a time. 2 കോയിൻ ഒപ്പം മേലെ കിട്ടും, അല്ലെങ്കിൽ ഒരു കോയിൻ അഡ്രസ് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാ സാമ്പിൾ സ്പേസ് ചെയ്തത്, 2 കോയിനും അറ്റ് എ ടൈം ഇടാണ്, രണ്ടും താഴെ വന്ന് വീഴും. അവിടെയും എച്ച് ഇവിടെയും എച്ച് വന്നൂടെ, വരൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്നാമത്തെ കോയിനും എച്ച്, ഉടനെ അപ്പുറത്തും എച്ച്. ഇപ്പോഴാണ് കോമൺ ആവാൻ പറ്റും, ഒരു റിസൾട്ട്. ഇല്ലെങ്കിൽ അവിടെയും ടി ഇവിടെയും ടി, അങ്ങനെ വന്നൂടെ, രണ്ടിലും ടി വരൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ടി ഇപ്പുറത്ത് ടി അപ്പുറത്ത്, അങ്ങനെ 2 ആയിട്ടോ. ഇല്ലെങ്കിൽ അത് എച്ച് ആണ് ഒന്നാമത്, രണ്ടാമത് ടി വരാം, അത് എച്ച് ടി. ഇനി അല്ലെങ്കിൽ ഇത് ടി വരും ആദ്യത്തത്, രണ്ടാമത്തതോ അത് എച്ച് വരും, ടി എച്ച്. കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒന്നും കിട്ടില്ല, രണ്ടും എച്ച് വരാം അല്ലെങ്കിൽ രണ്ടും ടി വരാം. ആദ്യം എച്ച് വന്നിട്ട് പിന്നെ ടി വരാം, ആദ്യം ടി വന്നിട്ട് പിന്നെ എച്ച് വരാം. ഈ 4 കേട്ടോ. കോമ 2 കഴിഞ്ഞ കോമ, കാരണം എന്താ, രണ്ടും ഒരേ സമയത്ത് ഇടുമ്പോൾ രണ്ടും ഒപ്പം വരും അല്ലെ, അതാ ഒരു റിസൾട്ട്. 4 ഔട്ട്കംസ്. ഈ ഔട്ട്കംസിന്റെ സെറ്റ് എടുത്താൽ സാമ്പിൾ സ്പേസ്. ഇനി വേണ്ട, ഒരു കോയിൻ 2 പ്രാവശ്യം, 2 കോയിൻ 1 പ്രാവശ്യം. ഒരു കോയിൻ 2 പ്രാവശ്യം, ഒരു കോയിൻ 1 2
വീണ്ടും. അപ്പൊ നമുക്ക് ആദ്യം ഒരു റിസൾട്ട് വന്നു, പിന്നെ റിസൾട്ട് വന്നില്ലേ? അതെങ്ങനെയൊക്കെ പറ്റും? ആദ്യം എച്ച് വന്നപ്പോ പിന്നെ എച്ച് വന്നേക്കാം അല്ലെ? അല്ലെങ്കിൽ ആദ്യത്തിലും ടി കോയിൻ ഒന്നേ ഉള്ളൂ, പക്ഷെ ഇടുന്നത് 2 പ്രാവശ്യം. നേരത്തെ 2 കോയിൻ 1 പ്രാവശ്യം, ഇത് 1 കോയിൻ 2 പ്രാവശ്യം. അല്ലെങ്കിലോ ആദ്യം ഇട്ടപ്പോ ടി പിന്നെയും ടി വന്നു. അല്ലെങ്കിൽ ആദ്യം ഇട്ടപ്പോ എച്ച് ആണ്, പക്ഷെ പിന്നെ ടി ആകില്ല, അപ്പൊ ടി എച്ച്. അല്ലെങ്കിൽ എച്ച് ടി അല്ലെ? ആദ്യം ടി പിന്നെ എച്ച് കണ്ടാ, അല്ലെങ്കിൽ ആദ്യം എച്ച് പിന്നെ ടി. ഇതാണ് സംഭവം. അപ്പോ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്തല്ലോ. ഡിസ്ക്രൈബ് ദ സാമ്പിൾ സ്പേസ് വെൻ എ കോയിൻ ഇസ് ടോസ്ഡ് ത്രൈസ്. ഒരു കോയിൻ 3 പ്രാവശ്യം എടുത്തു. ഓക്കെ, അപ്പൊ ആദ്യം റിസൾട്ട് വന്നു, പിന്നെയും വന്നു അല്ലെ? നമുക്ക് നോക്കാം ഇതിന്റെ സാമ്പിൾ സ്പേസ്. അപ്പൊ എങ്ങനെ എസ് വരിക? എസ് ഈക്വൽ ടു ആദ്യവും എച്ച് പിന്നത്തിലും എച്ച് വന്നേക്കാം. ഒന്നുകൂടെ ആദ്യം ടി പിന്നെ വന്നേക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ്. ഇനി ആദ്യത്തെ 2 എച്ച് ആണ്, മൂന്നാമത്തെ ടി വന്നേക്കാം. കണ്ടോ, ഈ ടി ഒറ്റയ്ക്ക് അവിടെ. ഇനി ഇതിനെ എങ്ങനെ നടുക്കാം? അപ്പൊ ആദ്യവും അവസാനവും എച്ച്, നടുവിൽ ടി വന്നേക്കാം. ടി ഇപ്പത് കൊണ്ട് ആദ്യം ടി പിന്നെ എച്ച് പിന്നെ എച്ച്. ഓക്കെ, ടി തീരെ ഇല്ല, ടി അവസാനം വരാം, ടി നടുവിൽ വരാം, ടി ആദ്യം വരാം. ഇനി 3 ടി നമ്മൾ പറഞ്ഞു, ടി വരാ അല്ലെ? ഓക്കെ, ആദ്യവും രണ്ടാമതും ടി എച്ച് അവിടെ വന്നു. അതേമാതിരി തന്നെ ടി ഒറ്റയ്ക്ക് 2 ടി എച്ച്. ഇനി എച്ച് നടുവിൽ, ആദ്യവും അവസാനവും ടി നടുവിൽ. ആദ്യം എച്ച് വന്നിട്ട് പിന്നെ 2 ടി. 1 2 3 4 5 6 7 8. ഇതാണ് സാമ്പിൾ സ്പേസ്. ഒരു കോയിൻ 3 പ്രാവശ്യം പറഞ്ഞാലുള്ള സാമ്പിൾ സ്പേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സാമ്പിൾ സ്പേസ് വെൻ എ ഡൈ ഈസ് റോൾഡ്. ഒരു ഡൈ ഇല്ലേ, കട്ട, ചതുര കട്ട, 6 മുഖങ്ങളൊക്കെ നമ്മളെ പാവം കോണി കളിക്കാൻ അങ്ങനത്തെ കട്ട അല്ലേ? ഒരു ക്യൂബില്ലേ, നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ സെറ്റാക്കണേ. അതിന് 6 ഫേസുകൾ, 6 മുഖം അല്ലേ? അങ്ങനത്തെ കരുതിക്കോ. അതില് ഒരു മുഖത്ത് 1, മറ്റോടത്ത് 2 3 4 5 നമ്പറുകളുണ്ട്. ഇതിങ്ങനെ ഉരുട്ടിട്ടു. അപ്പൊ അത് ചെന്നിട്ട് ഇങ്ങനെ നിൽക്കും. അതിന്റെ മുകളിൽ നമ്പർ വരും അല്ലെ? അതിന്റെ മുകളിൽ ഏതൊക്കെ നമ്പർ വരാൻ നിങ്ങൾക്ക്? അതിലുള്ള നമ്പർ ഏതും വരാലോ. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, 7 വരുമോ, 8 9 വരുമോ, 0 വരും ഇല്ലല്ലോ. അപ്പൊ ഒരു ഡൈ എറിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? അതൊക്കെ തന്നെ അതിന്റെ ഔട്ട്കംസ്, അതിന്റെ സെറ്റാണ് സാമ്പിൾ സ്പേസ്. സോ സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു 1 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. കഴിഞ്ഞു. ഇതാണ് ഒരു ഡൈ എറിഞ്ഞാലുള്ള സാമ്പിൾ സ്പേസ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സാമ്പിൾ സ്പേസ് വെൻ 2 ഡൈസ് ആർ ത്രോ. 2 ഡൈ ഉണ്ട്, 2 ഇട്ടു. അങ്ങനെ പോയി നിന്നു. ഇതിന്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും, അതിന്റെ മുകളിൽ നമ്പർ വരാം. ഏത് വരാം? 1 മുതൽ 6 വരെ ഉണ്ട് ഒരു ഡൈന്. അപ്പത്തിലും 1 മുതൽ 6 വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇട്ടാല് അതും ഇതും 1 വന്നൂടെ? അവിടെയും 1 ഇവിടെയും 1, അതൊരു റിസൾട്ടാണ്. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് ഇതാണോ? എസ് ഈക്വൽ ടു ഇങ്ങനെ ഇല്ല, ആദ്യത്തിലും 1 പിന്നത്തിലും 1 1 1 അല്ലെങ്കിൽ പിന്നെ 11 ആവും. ഇങ്ങനെ 1 1. അല്ലെങ്കിൽ ആദ്യത്തെ 1 ആണ്, പക്ഷെ രണ്ടാമത്തെ 2 ആണ്. അല്ലെങ്കിൽ ആദ്യത്തെ 1 പിന്നത്തെ 3. ഒരു റിസൾട്ട് ഒറ്റ 2 3 ഇതിലുണ്ടോ? ആദ്യത്തെ 1 ആണ്, പക്ഷെ പിന്നെ 4 ആണ്. ആദ്യത്തെ 1 പിന്നെ 5, ആദ്യത്തെ 1 പിന്നെ 6, ആദ്യത്തെ 1 പിന്നെ 7. അത് പറ്റൂ ഇല്ലല്ലേ? കഴിഞ്ഞല്ലേ? 1 കോമ ഉള്ളതൊക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ കോമ. ഇനി ഇല്ലെങ്കിൽ 2 സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തിൽ 2 വന്നില്ല, പിന്നെയോ പിന്നെ 1 2 1 അല്ല 1 2. എന്താ 1 2? 1 2 എന്ന് പറഞ്ഞാൽ 2 ഡൈ നമ്മൾ വരെയാണ്. ഈ ആദ്യത്തിൽ 1, രണ്ടാമത്തിൽ 2 ആണ്. 2 ആണോ? ആദ്യത്തതിൽ 2, പിന്നത്തതിൽ 1 ആണ്. അപ്പൊ 1 2 അല്ല 2 ആണ് കേട്ടോ. 2 1 വരാം, അല്ലെങ്കിൽ 2ന്റെ കൂടെ 2 വരാം, അല്ലെങ്കിൽ 2 അപ്പുറത്ത് 3, 2 4 വരാം, 2 5 2 6 2 7 ഇല്ലല്ലോ. അപ്പൊ ഇനി 2ന്റെ കഴിഞ്ഞു, ഇനി 3. ആദ്യത്തെ 3 പിന്നെ 1, 3ന്റെ കൂടെ 2 വരാം, 3യും 3യും വരാം, അവിടെ ഇവിടെ 3 ഒന്നുകൂടെ, 3യും 4 വരാം, 3 5
3 6 4 1 വരാം 4 2 4 3 4 4 4 5 4 6 അല്ലെങ്കിൽ പിന്നെ 5 1 5 2 കഴിഞ്ഞാൽ പിന്നെ 5 3 5 4 5 5 വരാം 5 6 വരാം 5 7 പറ്റില്ല അല്ലെങ്കിൽ 6 വന്നിട്ട് 1 വരാം 6 1 6 2 6 3 6 4 6 5 6 6 ഇത്രയും വരാം 6 6 36 ഔട്ട്കംസ് ഉണ്ടാവും. ഒരു ഡൈയിൽ 6 അപ്പൊ ഒരു 2 ഡൈ ഒരേ പ്രാവശ്യം എറിയുമ്പോഴോ 6 × 6 36. ഒരു കോയിനിൽ 2 ഉണ്ടാവും. അപ്പൊ 2 കോയിൻ ആണെങ്കിലോ 2 × 2 4 ഉണ്ടാവും. ഓക്കെ 6 ഇതിൽ ഒരു ഡൈല്. അപ്പൊ 6 അപ്പുറത്തെ 6 ഗുണിക്കാം 36 ഔട്ട്കംസ് ഉണ്ടാവും അതിന്റെ സാമ്പിൾ സ്പേസിൽ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ സാമ്പിൾ സ്പേസ് when a coin is tossed and then a die is rolled only in case head is shown on the page. അതായത് സാമ്പിൾ സ്പേസ് എഴുതണം. എങ്ങനത്തെ സാമ്പിൾ സ്പേസ് ആണോ? ഒരു കോയിൻ എറിയുമ്പോൾ, ഒരു കോയിൻ എറിയുമ്പോൾ എച്ച് അല്ലെങ്കിൽ ഡി വരും നമുക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, ഒരു കോയിൻ എറിയുമ്പോൾ സാമ്പിൾ സ്പേസ് എഴുതണം. അതിന് എച്ച് ആണ് വരുന്നത് എങ്കിൽ ഒരു പ്രോസസ് കൂടെ ചെയ്യണം. എന്ത്? ഉടനെ ഒരു ഡൈ കൂടെ എറിയണം. ഒരു കോയിൻ ടോസ് ചെയ്യാം, നമുക്കറിയാം എച്ച് വരും അല്ലെങ്കിൽ ടി വരും, ഇതല്ലേ വരിക അല്ലെ? അങ്ങനെ എച്ച് വരുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിർത്തരുത്, ഉടനെ ഒരു ഡൈ എടുത്ത് എറിയണം. ടി ആണെങ്കിൽ കുഴപ്പമില്ല, എച്ച് വന്നാൽ ഉടനെ ഒരു ഡൈ കൂടെ എറിയണം. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എങ്ങനെയാണ്? എസ് ഈക്വൽ ടു എച്ച് വരുമ്പോഴല്ലേ നമ്മൾ ഡൈ എടുത്തെറിയേണ്ടത്. കോയിൻ ടോസ് ചെയ്തു ടി ആണ് വന്നാലോ ഒരു കുഴപ്പമില്ല. എച്ച് വന്നാൽ ടി അല്ലെങ്കിൽ എച്ച് ആണ് വരിക അല്ലെ? ടി വന്നു, എച്ച് വന്നാലോ എച്ച് ആണ് വന്നത് എങ്കിൽ ഉടനെ ഒരു ഡൈ അറിയണം. ആ ഡൈ എന്താവാ? 1 നമുക്ക് തന്നേക്കാം അല്ലെ? അല്ലെങ്കിൽ എച്ച് കണ്ട ഉടനെ നമ്മൾ ഡൈ എറിഞ്ഞു, അപ്പൊ ചിലപ്പോ ആ ഡൈ 2 തന്നേക്കാം. എച്ച് കണ്ട ഉടനെ നമ്മൾ ഡൈ എറിഞ്ഞു, 3 വന്നേക്കാം. എച്ചിന്റെ കൂടെ ഡൈ 4 തന്നേക്കാം. എച്ച് വന്നു 5, എച്ച് വന്നു ഡൈ 6 തന്നേക്കാം. ഇതാണ് സാമ്പിൾ സ്പേസ്. കോയിൻ എറിയണം, കോയിൻ ടോസ് ചെയ്യണം. അങ്ങനെ കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വരാം, ടെയിൽ വരാം. ടെയിലാണ് വന്നിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ എഴുതിയാൽ മതി. ഹെഡ് വരികയാണെങ്കിലോ ഉടനെ ഒരു ഡൈ കൂടെ എറിയണം. അപ്പൊ എച്ചിന്റെ കൂടെ ഡൈ എറിഞ്ഞപ്പോ 1 വന്നേക്കാം അല്ലേ? എച്ച് വന്നു എറിഞ്ഞു 1, ഉറപ്പായിട്ടും 1 വരാൻ പറ്റില്ല. അല്ലെങ്കിൽ എച്ചിനപ്പോ 2 വരാം, H3 H4 H5 H6 കഴിഞ്ഞില്ല. H7 ഉണ്ടോ? ഇല്ല അല്ലെ? അടുത്ത ദിവസം ഡിസ്ക്രൈബ് ദ സാമ്പിൾ സ്പേസ് when a coin is tossed. If it gives head, then a die is rolled. If the die comes up an even number, then a die is rolled again. അതായത് സാമ്പിൾ സ്പേസ് ചെയ്തണം. എങ്ങനെയുള്ളതാ? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു കോയിൻ ടോസ് ചെയ്താൽ എച്ച് കോമ ടി വരും, അതേ വരുള്ളൂ. പക്ഷേ ഹെഡാണ് വരുന്നതെങ്കിൽ ടി വന്നൊരു കുഴപ്പമില്ല. ഹെഡ് വന്നാല് നമ്മൾ ചെയ്യേണ്ടത് ഉടനെ ഒരു ഡൈ എറിയണം. അർത്ഥം മതി. പക്ഷെ അവിടെയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ എറിയുന്ന ഡൈയില് ഈവൻ നമ്പർ വന്നാല് വീണ്ടും ഒരു ഡൈ എറിയണം. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ഫൈനൽ സാമ്പിൾ സ്പേസ് ചെയ്തത് എസ് ഈക്വൽ ടു ടി വന്ന ഒരു കുഴപ്പമില്ല. അവിടെ കഴിഞ്ഞു. എച്ച് വന്നാൽ ഉടനെ ഒരു ഡൈ എറിയണം. ആ ഡൈ ഏതൊക്കെ തരാം? 1 വരാം, 2 3 4 5 6 വരാം. H1 വരാം, H2 H3 H4 H5 H6. ഇതിൽ ഈവൻ ഏതൊക്കെയല്ലേ? എച്ചിന്റെ ഒപ്പം തന്നെ 2 4 6. അങ്ങനെ 2 4 6 വന്നാൽ പിന്നെയും ചെയ്യണമെന്ന് ഒരു ഡൈ ഒരു പ്രാവശ്യം കൂടി എറിയണം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൽ ഈവന്റെ കാര്യം പറയുന്നില്ല. അപ്പോ എച്ചിന്റെ കൂടെ 1 3 5 വന്നൊരു കുഴപ്പമില്ല. ടെയില് വന്നാൽ അതവിടെ കഴിഞ്ഞു. ഹെഡ് വന്നാൽ ഉടനെ എന്ത് ചെയ്യണം? ഒരു ഡൈ എറിയണം. അത്രേ. ആ ഡൈയില് ഓഡ് നമ്പർ വന്നൊരു കുഴപ്പമില്ല, 1 3 5 കുഴപ്പമില്ല. പക്ഷെ 2 4 6 വന്നാൽ പിന്നെ ഒരു പണി കൂടി ഉണ്ട്, ഒരു പ്രാവശ്യം കൂടി എറിയണം. അത്രേ. അതിന് പിന്നെ ഓഡ് ഈവനെ വന്നാൽ അതൊന്നും കുഴപ്പമില്ല, അതവിടെ തീർന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ എച്ചിന്റെ കൂടെ 1 വന്നാൽ അവിടെ തീർന്നു, എച്ചിന്റെ കൂടെ 3 തീർന്നു അല്ലെ? എച്ചിന്റെ കൂടെ 5 തീർന്നു. H1 H3 H5 ഓടല്ലേ? ഇത് കുഴപ്പമില്ല. ഇനി അതല്ല, എച്ചിന്റെ കൂടെ 2 ആണ് വന്നത് എങ്കിൽ എച്ച് വന്ന ഹെഡ് നമ്മൾ എന്ത് ചെയ്യണം?
പിന്നെ നമ്മളെ ഡൈ അറിയണം. അതിൽ 1 വന്നു ഒറ്റ, അല്ലെങ്കിൽ 3 ഒറ്റ, 5 ഒറ്റ വന്നൊരു കുഴപ്പമില്ല, തീർന്നു. എച്ചിന്റെ കൂടെ 2 വന്നാൽ അല്ലെങ്കിൽ 4 വന്നാൽ 6 എന്ത് സംഭവിക്കും? ഒരു പ്രാവശ്യം കൂടി ഡൈ ചെയ്യണം. അപ്പൊ എച്ചിന്റെ കൂടെ 2 വന്നു കരുതുക, ഉടനെ ഒരു ഡൈ എറിഞ്ഞു. ആ ഡൈയിൽ നമുക്ക് 1 വന്നേക്കാം. എച്ചിന്റെ കൂടെ 2 ആണ്, പിന്നത്തെ ഡൈയിൽ 2 വന്നേക്കാം. എച്ചിന്റെ കൂടെ 2 ആണ്, പിന്നത്തിൽ 3 വന്നേക്കാം. എച്ചിന്റെ കൂടെ 2 ആണ്, പിന്നെ എറിഞ്ഞില്ലേ, അതിപ്പോ 4 ആകാം. എച്ചിന്റെ കൂടെ 2 ആണ്, അതിന്റെ കൂടെ എറിഞ്ഞില്ലേ, അപ്പൊ അത് 5 ആകാം. എച്ചിന്റെ കൂടെ 2 ആണ്, പിന്നെ എറിഞ്ഞപ്പോ 6 വന്നേക്കാം. കണ്ടാ, H2 തന്നെ 1 2 3 4 5 6. ഇതേമാതിരി H4ലും H6ലും നമുക്ക് ഹെഡ് വന്നു ആദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഡൈ എറിഞ്ഞു. അതിൽ 1 3 5 കുഴപ്പമില്ല. 2 വന്നല്ലേ, 3 വന്നാൽ ശരിയല്ലോ. 4 വന്നാൽ എച്ചിന്റെ കൂടെ ഡൈ എറിഞ്ഞപ്പോ 4 വന്നു. 4 വന്നാൽ ഒരു പ്രാവശ്യം കൂടി എഴുതാം. അപ്പൊ H4നപ്പോ 1, H വന്നപ്പോ 4 വന്നു, പിന്നെ 2 വന്നേക്കാം. H4ല് 3, H4ല് 4, H4ല് 5, H4ല് 6. H വന്നു, ഉടനെ എറിഞ്ഞു, ഉടനെ നമുക്ക് 6 ആണെങ്കിലോ, എന്നാ പിന്നെ ഒന്നുകൂടി എഴുതാം. H6ല് 2, H6ല് 3, H6ല് 4, H6ല് 5, H ഉം 6 ഉണ്ട്, അതില് 6. ഇതാണ് സാമ്പിൾ സ്പേസ്. Okay, next question. An experiment consists of rolling a die and tossing a coin once. If the number on the die is even, if the number on the die is odd, then a coin is tossed twice. Write the sample space. ചോദ്യം ഇങ്ങനെ, ഒരു ഡൈ എറിയുന്നു, ഓട് വന്നേക്കാം, ഈവനാണ്. ഓടാണ് വരുന്നത് എങ്കിൽ കോയിൻ 2 പ്രാവശ്യം വരും. ഈവനാണ് വരുന്നെങ്കിലോ കോയിൻ 1 പ്രാവശ്യം വരും. നോക്കാം, അതിന്റെ സാമ്പിൾ സ്പേസസ് ഈക്വൽ. കോയിൻ ടോസ് ചെയ്താൽ ഒരു ഡൈ എറിഞ്ഞാൽ എന്തൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. 1ഉം 3ഉം 5ഉം വന്നാൽ പിന്നെ അടുത്ത എന്ത് ചെയ്യണം? കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യാം. 2 4 6 ആണെങ്കിലോ കോയിൻ 1 പ്രാവശ്യം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 1 ആണ് വന്നത് കേൾക്കുക. 1 3 5 ആണെങ്കിൽ കോയിന് 2 പ്രാവശ്യം. ഓക്കെ, 2 4 6 ആണെങ്കിലോ 1 പ്രാവശ്യം ചെയ്യാം കേട്ടോ. അപ്പൊ 1 3 5 നമുക്ക് പറയാം. 1 ആണ് വന്നെങ്കിലോ കോയിൻ 2 പ്രാവശ്യം ഉണ്ടോ? 1 വന്നു, ഉടനെ കോയിൻ ഇട്ട് 2 പ്രാവശ്യം. അതിൽ HH വന്നേക്കാം. അല്ലെ 1 ആണ് വന്നത്, HT വന്നേക്കാം. 1 ആണ് വന്നത്, TH അയക്കാം. 1 ആണ് വന്നത്, TT. ഇത്രയുമാണ് 1ന്റെ കൂടെ. ഇതേമാതിരി 3ക്കും വരും, 5നും വരും. 2 നമുക്ക് ഓടിയോ? 3 വന്നാലോ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? കോയിൻ ടോസ് ചെയ്യണം. അപ്പൊ HH വന്നേക്കാം. 3ന്റെ കൂടെ HT വന്നേക്കാം. 3ന്റെ കൂടെ TH, 3ന്റെ കൂടെ TT. 2 വന്നാലും 4 വന്നാലും ഒരു പ്രാവശ്യം നമുക്ക് പിന്നെ പറയാം. 5 ആണെങ്കിലോ 5ന്റെ കൂടെ HH, 5ന്റെ കൂടെ HT, 5ന്റെ കൂടെ TH, 5ന്റെ കൂടെ TT. ഇനി 2 4 6 2 ആണ് വന്നതെങ്കിലോ കോയിൻ ഒറ്റ പ്രാവശ്യം വന്നാൽ മതി. അപ്പൊ 2ന്റെ കൂടെ H കഴിഞ്ഞു. അല്ലെങ്കിൽ 2ന്റെ കൂടെ ആ ഇടയില് T വന്നേക്കാം, 2T. 4 ആണ് വന്നെങ്കിലെങ്കിലോ ഒറ്റ പ്രാവശ്യം, അപ്പൊ H എടുത്തു. അല്ലെങ്കിൽ 4ന്റെ കൂടെ ഒറ്റ പ്രാവശ്യം T വന്നു. 6 ആണെങ്കിലോ 1 പ്രാവശ്യം കോയിൻ ടോസ്. 6 ആണെങ്കിൽ 1 പ്രാവശ്യം. അപ്പൊ ഇത്രയുമാണ്. ഇതാണ് അതിന്റെ സാമ്പിൾ സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈവൻ. എനി സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ഇസ് കോൾഡ് ഇവന്റ്. സാമ്പിൾ സ്പേസിന്റെ ഏത് സബ്സെറ്റിനെ എന്താ പറയുക? ഇവന്റ് എന്ന് പറയും. എക്സാമ്പിൾ, the sample space when 2 coins are closed. 2 കോയിൻ ടോസ് ചെയ്തപ്പോ എന്താ വരാം? HH, TH, HT, TT. ഇതാണ് സാമ്പിൾ സ്പേസ്. ഇതിൽ ഏതെങ്കിലും കുറച്ചെടുക്കുക. ഇനി ഫുൾ എടുത്താൽ ഇതിനെ സബ്സെറ്റ് ചെയ്താൽ HH മാത്രം എടുക്കും. ഇതൊരു ഈവന്റാണ്. ഇനി HHന്റെ കൂടെ TH ഇതാ. അപ്പൊ ഇതിൽ 3 ഉണ്ട്. ഇതിന്റെ സബ്ബാണിത്, അതുകൊണ്ട് ഇതൊരു ഇവന്റാ. ഇതിന്റെ സബ്ബാണ്, ഇതൊരു ഇവന്റാ. ഇതിന്റെ സബ് അതിന്റെ അപ്പൊ അതിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഇവന്റ് തന്നെയാണ്. സബ്സെറ്റുകളുടെ
സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെ എന്താ പറയാ ഇവന്റ് എന്ന് പറയും. ഓക്കെ നെക്സ്റ്റ് വൺ ഇമ്പോസിബിൾ ഇവന്റ് ആൻഡ് ഷുവർ ഇവന്റ്. ഇമ്പോസിബിൾ ഇവന്റും ഷുവർ ഇവന്റും. An event is said to be impossible if it never occur when an experiment is performed. ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ സംഭവിക്കാതിരിക്കുന്നത് അതിനെയാണ് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോയിൻ ടോസ് ചെയ്യാൻ തരാ, ഹെഡ് വരാം തീരാ അല്ലെ. ഡൈ എറിഞ്ഞാലോ 1 2 3 4 5 6. ഒരു ഡൈ എറിഞ്ഞാല് ഹെഡ് വരും, ഡെയിലി വരും ഇല്ലല്ലോ. ഒരു സാധ്യത ഇല്ലാത്തത് ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ അതിന് തീരെ വരാത്ത ആ ഒരു ഇതിനെയാണ് എന്താ പറയാ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഫൈ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഇമ്പോസിബിൾ ഇവന്റ് ആൻഡ് ദ ഹോൾ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ദ ഷുവർ ഇവന്റ്. അപ്പൊ നമ്മള് 1 2 3 4 5 6 ഇതൊരു സാമ്പിൾ സ്പേസ് ആണ്. എപ്പത്തെ ഒരു ഡൈ ഒരു പ്രാവശ്യം എറിയുമ്പോൾ അല്ലെ. ഇതിന്റെ ഒരു ഇവന്റ് ആണ് 2,5. ഇതാ ഇത് സബ്സെറ്റ് ആണ്. ഇത് ഫുൾ ഏരിയ സബ്സെറ്റാണ്. ഇയും എസും എസിന്റെ സബ് ആയിരിക്കും. എസിന്റെ സബ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എസ്. ചിലപ്പോ ഇയും എസും ഈക്വൽ ആവും അല്ലെ. എസ് ഓൾവേസ് സബ്സെറ്റ് ഓഫ് എന്താണ് ഈസ് ഓൾവേസ് സബ്സെറ്റ് ഓഫ് എസ് ആണ്. ഈക്കും എസിനും ഇടയിൽ ആരുണ്ടാവുക, ഇതിന്റെ ഇടയിൽ ഇന്റർസെക്ഷൻ ആയിട്ട് ആരുണ്ടാവുക, അത് ഈ താളെന്നെ ഉണ്ടാവുക. ഇനി ഇയിലും എസിലും കോമൺ ആയിട്ട് ആരുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർസെക്ഷൻ ഫൈ ആണെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഇതിലൊന്നുമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഈ എന്താണ് ഇമ്പോസിബിൾ ഇവന്റ് ആണ്. ഇനി എപ്പോഴെങ്കിലും ഇയും എസും ഈക്വൽ ആവാം, ഇതന്നെ ഇതായി വരാം. ഒരു സെറ്റ് മുഴുവൻ എടുത്തുണ്ടാവും അതിന് സബ്സെറ്റ് ആവും അല്ലെ. ഇയും എസും ഈക്വൽ ആയാൽ അത് നമ്മൾ എന്താ പറയും ഈ തന്നെയാണ് എസ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ അത് ഷുവർ ഇവന്റ് ആണ്. അങ്ങനെയാണ് ഇത് ഷുവർ ഇവന്റ് ആണ്. ഓക്കെ നെക്സ്റ്റ് വൺ സിമ്പിൾ ഇവന്റ്. If an event E has exactly one element, then E is called simple event. ഒരു എസ് എന്ന സാമ്പിൾ സ്പേസ് എടുക്കാം. ഒരു കോയിന് 2 പ്രാവശ്യം എറിഞ്ഞു, HH HT TH TP. ഇതിന്റെ സബ് നമുക്ക് എങ്ങനെ എടുക്കാം, ഏതും എടുക്കാം. ഓരോന്നും എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, ഫുൾ എടുക്കാം. നമ്മൾ ഒന്ന് മാത്രം എടുത്തു, H മാത്രം. ഇതിൽ എത്ര എലമെന്റാ, ഒന്നുള്ളൂ. ഇങ്ങനെ ഒരു എലമെന്റ് മാത്രമുള്ള സിമ്പിൾ ഇവന്റ് എന്ന് പറയും. നെക്സ്റ്റ് വൺ കോമ്പൗണ്ട് ഇവന്റ്. സിമ്പിൾ ഇവന്റ് എന്താ, ഒന്ന് മാത്രമേ. ഒന്നിലേറെ വന്നാൽ അതെന്തായി കോമ്പൗണ്ട് ഇവന്റ് ആയി. ഓക്കെ, ഒരു സാമ്പിൾ സ്പേസിൽ എന്റെ സബ്സെറ്റിൽ ഒന്നിലേറെ ഇവന്റ് ഉണ്ടെങ്കിൽ അതെന്തായി കോമ്പൗണ്ട് ഇവന്റ് ആയി. ഓക്കെ നെക്സ്റ്റ് വൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. Events are said to be mutually exclusive if they are pairwise disjoint. ഒരു ഇവന്റ് ഒരു ഡൈ എറിഞ്ഞു 1 വരെ 2 3 4 5 6 അല്ലെ. 1 2 3 4 5 6 ഇതല്ലേ ഒരു ഡൈ എറിഞ്ഞാലുള്ള സാമ്പിൾ സ്പേസ്. ഇതിലൊന്നിനെ മാത്രം എടുത്തൊരു ഇവന്റ് ആക്കാം. അപ്പൊ എന്തായി സിമ്പിൾ ഇവന്റ് ആയി. ഒന്നിന് കൂടി 2 3 വെക്കാം. അപ്പൊ എന്തായി കോമ്പൗണ്ട് ആയി അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ അത് മ്യൂച്വലി പെയർ വൈസ് അവർ ഡിസ്ജോയിന്റ് ആയിരിക്കണം. ഇതിന്റെ ഒരു ഇവന്റ് എടുക്കാം. ഇതിന് എ എന്നുള്ളൊരു ഇവന്റ് ഞാൻ പറയണം, ബി എന്നുള്ളൊരു ഇവന്റ്, സി എന്നുള്ളൊരു ഇവന്റ്. ഇവന്റ് ആണ് സബ്സെറ്റ് അല്ലെ. 1ഉം 2ഉം 3ഉം ആണ് ഇതിന്റെ സബ് അല്ലേ. അവിടെ ഇവിടെ 4 എടുത്തു, 5ഉം 6ഉം ഇവിടെ എടുത്തു. ഓക്കെ, എയും ബിയും തമ്മിൽ എന്തെങ്കിലും അതിന് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? എക്കും ബിക്കും കോമൺ ഉണ്ടോ? ഇന്റർസെക്ഷൻ ഫൈ അല്ലേ. ബിക്കും സിക്കും ഇന്റർസെക്ഷനിൽ കോമൺ ഉണ്ടോ? ഇല്ല. എയും സിയും തമ്മിൽ കോമൺ ഉണ്ടോ? ഇല്ല. എയും ബിയും തമ്മിൽ ഇന്റർസെക്ഷൻ തരാം, അത് ഫൈ ആണ്. ബിയും സിയും തമ്മിൽ ഇന്റർസെക്ഷൻ തരാം, അതിൽ ആരുമില്ല കോമൺ. പിന്നെ എയും സിയും തമ്മിൽ ഇന്റർസെക്ഷൻ അതിലും ആരും കോമൺ. അങ്ങനെ ഇവർ പരസ്പരം പെയർ വൈസ് ഡിസ്റ്റോയിന്റ് ആണെങ്കിൽ ഇവയെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ്സ് എന്ന് പറയും. ഓക്കെ, ഇതടുത്തത് ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യാം. എന്തൊക്കെ വരാം, HH HD TH TT അല്ലെ. അതിന്റെ ഒരു സബ് നമ്മൾ എടുത്തു, HHഉം TTയും. ഇതില് TH മാത്രം. ഓക്കെ, സബ് അല്ലേ. ഇതും തമ്മിൽ ബന്ധമുണ്ടോ? ഇവർ തമ്മിൽ കോമൺ ആയിട്ടുണ്ടോ? HHഉം TT ആണോ? HT അല്ലോ. അപ്പൊ ഇന്റർസെക്ഷൻ ഫൈൽ എഴുതാം. ഇവർ തമ്മിൽ ഡിസ്ജോയിന്റ് അല്ലേ. അതുകൊണ്ട് ഇതെന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ
exhaustive events. Events are said to be exhaustive if their union gives the whole sample space. എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സെറ്റുകൾ നമ്മൾ എക്സ്ക്ലൂസീവ് സെറ്റ് എന്ന് പറയുന്നത് ഇവന്റ് എന്ന് പറയണമെങ്കിൽ അവർ പരസ്പരം ഡിസ്ജോയിന്റ് ആയിരിക്കണം, ഇന്റർസെക്ഷൻ ആയിട്ട് കോമൺ ആയിട്ട് ഉണ്ടാവും അല്ലെ. എന്നാൽ എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എടുക്കുക അല്ലെങ്കിൽ മൂന്നെണ്ണം എടുക്കുക. അത് എക്സോസ്റ്റീവ് ആവണമെങ്കിൽ ആ രണ്ടെണ്ണം അല്ലെങ്കിൽ ആ മൂന്നെണ്ണം ചേർന്നാൽ നമുക്ക് ആ സാമ്പിൾ സ്പേസ് ഫുള്ള് കിട്ടണം. എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ഫുൾ ആളുകൾ ആ സബ്സെറ്റിൽ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവണം. എസ് ഈക്വൽ ടു 1 2 3 4 5 6. നോക്കിയോ, ഞാനിതില് 1 2 3 എടുത്തു. ഓക്കെ, ഇവിടെ 5 6 കൊടുത്തു. എക്സ്ക്ലൂസീവ് ആദ്യം പറഞ്ഞു മ്യൂച്വലി, ഇത് എക്സ്ക്ലൂസീവ് ആണ്. ഇവർ തമ്മിൽ ബന്ധമില്ലല്ലോ, കോമൺ ആയിട്ട് അറിയില്ലോ, അതുകൊണ്ട് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇത് അടുത്തത് എക്സോസ്റ്റീവ് ഇവന്റ് ആണ്. എക്സോസ്റ്റീവ് എന്ന് പറയണമെങ്കിൽ ഇതിന്റെ സബാണ് അല്ലെ, ഇതിന്റെ സബാണ് ഇത്, സബ്സെറ്റ് ആണല്ലോ, അപ്പൊ ഇവന്റ് ആണല്ലോ. ഈ രണ്ടെണ്ണം ചേർത്ത് വെച്ചാൽ ഇവരുടെ യൂണിയൻ എടുത്താൽ ഇത് കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ആൾക്ക് പാടെ കൂട്ടിയതാവുമോ? 1 2 3 5 6 4 വന്നിട്ടില്ല അല്ലേ, ഇല്ലല്ലോ. ഇപ്പഴോ ഇവരും തമ്മിൽ ബന്ധമല്ല, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് പറയാം. ഇതും ചേർന്നാൽ ഇതാകുമോ? ആകും അല്ലേ, ആവൂലേ. എയുടെയും ബിയുടെയും യൂണിയൻ എടുത്താൽ നമുക്ക് ആ സാമ്പിൾ സ്പേസ് കിട്ടുമല്ലോ. ഇവരെല്ലാം ചേർന്നല്ലേ, ഇതിനോട് നല്ല എടുത്തേ, ഇവരെല്ലാരും ഇവിടെ ഉണ്ടല്ലോ ഉണ്ട്, അതുകൊണ്ട് സാമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എയും ബിയും എക്സോസ്റ്റീവ് ഇവന്റ് ആണ്. ഇവിടെ നോക്കാം, എക്സ്ക്ലൂസീവ് ആണത്, ഒരു ബന്ധമില്ലാത്തതാണോ? ഒരു ബന്ധമില്ലല്ലോ അല്ലെ, ഇന്റർസെക്ഷൻ ഫൈ അല്ലേ, അതുകൊണ്ട് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇപ്പൊ എക്സ്ക്ലൂസീവ് ആണ്. ഈ 4 ഇവിടെ ഒന്നും കരുതിക്കോ, യൂണിയൻ എടുത്തോക്കാം, ഇത് രണ്ടും ചേർത്ത് വെച്ചോക്കാം, അത് ഫുള്ള് കിട്ടും. എക്സോസ്റ്റീവ് ആണ്. പക്ഷെ ഇതിലും കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട്. അപ്പൊ ഇന്റർസെക്ഷൻ ഫൈ അല്ല, ഇന്റർസെക്ഷൻ ഒരു നമ്പർ ഉണ്ട് അല്ലെ, അതുകൊണ്ട് ഇത് എന്തല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇനി വേണ്ട, ഇവിടെ 4 ഇല്ല, ഇവിടെ 4 ഉണ്ട്. ഇപ്പോഴോ ഒരു ബന്ധവും ഇല്ല, ഇവിടുത്തെ ആരും ഇവിടെ അല്ല, ഇവിടുത്തെ ആരും അവിടെ ഇല്ല, അതുകൊണ്ട് ഇന്റർസെക്ഷൻ ഫൈ ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇതും ചേർന്നാൽ അതാവുന്നുണ്ടോ? 1 2 3 ഉണ്ട്, 4 6 ഉണ്ട്, 5 ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് എന്തല്ല, എക്സോസ്റ്റീവ് അല്ല. ഇനി വേണമെങ്കിൽ ആ 5 അവിടെ കൊടുത്തരാം, 5 മാത്രം. ഇപ്പൊ ഇതും തമ്മിലൊരു ബന്ധമല്ല, ഇതും തമ്മിൽ ബന്ധമല്ല, ഇവർ തമ്മിൽ കോമൺ ബന്ധം ആരുമില്ല. അപ്പൊ നമുക്ക് പരസ്പരം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, ഇതും ചേർന്നാൽ എന്താവുണ്ട്? കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എയും ബിയും സി എന്താണ്? എക്സോസ്റ്റീവ് ഇവന്റ്സ് ആണ്. ഓക്കെ, a die is rolled. Let E be the event die shows 4 and F be the event die shows even number. Are E and F mutually exclusive? Are they exhaustive? The question is, ഒരു ഡൈ എഴുതിയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടാം? 1 2 3 4 5 6 ഇതിലേതും വരാം, അതാണ് നമ്മളെ സാമ്പിൾ സ്പേസ്. 2 ഇവന്റുകളാണ് അവർ പറഞ്ഞത്, ഇയും എഫും. ഈ എന്ന് പറഞ്ഞാൽ ദ ഡൈ ഷോസ് നമ്പർ 4 തരാന്നാണ്. അപ്പൊ എന്താ ഇതിൽ ഏതാണ്? 4 മാത്രം. എഫ് ആണെങ്കിൽ ഡൈ ഷോസ് ഈവൻ നമ്പേഴ്സ് തരാം. അപ്പൊ ഏതൊക്കെ ഉണ്ടാവും? എഫില് സബ്സെറ്റില് 2 ഉണ്ടാവും, 4 ഉണ്ടാവും മാത്രം. ഇതാണ് ഇയും എഫ്. ഇത് എക്സ്ക്ലൂസീവ് ആണോ അതുപോലെ എക്സോസ്റ്റീവ് ആണോ? ഇതിനും കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട് അല്ലേ. അപ്പൊ ഇയും എഫിനും കോമൺ ആയിട്ട് ഇന്റർസെക്ഷൻ എടുത്ത എന്താ? 5 ആണോ? അല്ല, ഡിസ്ജോയിന്റ് അല്ല അല്ലെ, ഡിസ്ജോയിന്റ്. അതുകൊണ്ട് ഇയും എഫ് എന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, അല്ലല്ലോ. ഇനി ഇയും എഫിന്റെ യൂണിയൻ എടുത്താൽ ഫുള്ള് കിട്ടുന്നുണ്ടോ? സാമ്പിൾ സ്പേസ് ഫുള്ള്. ഇത് 2 പാടി കൊടുത്താൽ 2 4 6 4 2 4 6 അല്ലേ, 1 3 5 ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് യൂണിയൻ എടുത്താൽ നമുക്ക് എസ് കിട്ടില്ല. ഈ യൂണിയൻ എഫ് ഇസ് നോട്ട് ഈക്വൽ ടു ദ ഹോൾ സാമ്പിൾ സ്പേസ്. Therefore ഇ ആൻഡ് എഫ് ആർ എന്താ? നോട്ട് എക്സോസ്റ്റീവ്. എക്സ്ക്ലൂസീവും അല്ല, എക്സോസ്റ്റീവും അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. എ ഡൈ ഈസ് ത്രോൺ. ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇവന്റ്സ്. താഴെ കുറച്ച് ഇവന്റുകൾ പറഞ്ഞത്, അതിന്റെ എലമെന്റ്സുകളൊക്കെ എഴുതാനാണ്. ഒരു ഡൈ അറിയുന്നത്,
ഡൈ അറിയുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും സാമ്പിൾ സ്പേസിൽ? 1 2 3 4 5 6 അല്ലെ? ഇനി താഴെ പറയുന്ന ആ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ആ ഇവന്റ്സിനെ ഏതൊക്കെയുള്ളതാണ്? ഒന്നാമത്തെ എ പറയുന്നതാണ്. എ എന്നുള്ള ഇവന്റ് ഏതാണ്? ഇങ്ങനെ പറഞ്ഞത് എ നമ്പർ ലെസ് ദാൻ 7. അങ്ങനെയാണെങ്കിൽ എയിൽ ആരൊക്കെ ഉണ്ടാവും? ഓക്കെ, ഏതൊക്കെ ഉണ്ടാവും എയിൽ? എ നമ്പർ ലെസ് ദാൻ 11 അതിന്റെ ഡിസ്ക്രൈബ് ചെയ്യുക. അതിന്റെ ഇവന്റ്സിൽ ആരൊക്കെ ഉണ്ടാവും? എനേക്കാൾ താഴെ 1 2 3 4 5 6 ഫുൾ ഉണ്ടാവും അല്ലെ? ബി പറഞ്ഞത് എങ്ങനെയാണ്? എ നമ്പർ ഗ്രേറ്റർ ദാൻ 7. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാവും? എനേക്കാൾ വലുത്. അതിനേക്കാൾ വലുത് ആരുമില്ല. ഓക്കെ. സീതാ എ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3. 3ന്റെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സ് ഇതിനുള്ളിൽ ആർക്കുള്ളത്? അത് 3 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 9 12 അതില്ല അല്ലെ? ഇതാണ് എയും ബിയും സിയും. അടുത്തത് ഡി ആണ്. ഡി ഇങ്ങനെയാണ് എ നമ്പർ ലെസ് ദാൻ 4. 4നേക്കാൾ താഴെ നമ്പർ ഏതൊക്കെയുള്ളത്? അത് 1 2 3 മാത്രം. ആൻ ഈവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 4. 4ന്റെ മുകളിലേക്കുള്ള ഈവൻ നമ്പർ. 4 പറ്റൂല, 4ന്റെ മുകളിലേക്കാണ്. അപ്പൊ അത് വരാം 4ന്റെ മേലെ ഈവൻ ഇതിന് 6 മാത്രല്ലേ? അപ്പോ 6 ഉള്ളു. ഓക്കെ. അടുത്തത് എഫ് എ നമ്പർ നോട്ട് ലെസ് ദാൻ 3. 3നേക്കാൾ ചെറുതല്ലാത്ത നമ്പർ. 3നേക്കാൾ ചെറുതല്ലാത്ത ഏതൊക്കെയാണ്? നോട്ട് ലെസ് ദാൻ 3. 3നേക്കാൾ ചെറുതല്ലാത്ത. ഇതിന് താഴേക്കല്ലാത്തല്ലോ. 3 താഴേക്കല്ലോ. 4 5 6. ഇതാണ് എഫിൽ ഉണ്ടാവുക. അപ്പൊ എ മുതൽ എഫ് വരെ നമ്മൾ ആ സാമ്പിൾ സ്പേസിൽ നിന്ന് എടുത്ത് നമ്മളെ ഇവന്റ്സ് ഒക്കെ എഴുതി. ഇനി എന്തൊക്കെ കാണേണ്ടതാണ്? എ യൂണിയൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി. ഇ യൂണിയൻ എഫ്. ഡി മൈനസ് ഇ. എഫിന്റെ കോംപ്ലിമെന്റ്. ഇ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. ഈ സെറ്റ് ഒക്കെ കാണണം. ഇത് വെച്ച് കേട്ടോ നമുക്ക് പറയാം എ യൂണിയൻ ബി. എങ്ങനെ എ യൂണിയൻ ബി കാണാം? എ ടി ബി ടി യൂണിയൻ എടുക്കല്ലേ? ഇതാ എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ്. ഇത് 1 2 3 4 5 ആണ്. ബിയിൽ ആരുമില്ല. അപ്പൊ യൂണിയൻ എടുത്ത് എന്താ സംഭവിക്കാം? അപ്പൊ ഇതിനെന്താ കിട്ടാ? എന്നെ കിട്ടാ എ യൂണിയൻ ബി ആണ്. എ തന്നെയാണ് കിട്ടില്ലേ? സെറ്റ് 1 2 3 4 5 6 ഫുള്ള് കിട്ടും. ഓക്കെ. അടുത്ത എ ഇന്റർസെക്ഷൻ ബി ആണ്. എക്കും ബിക്കും കോമൺ. എയിൽ 6 വരെ ഉണ്ട്, ബിയിൽ ആരുമില്ല. അപ്പൊ ഇന്റർസെക്ഷൻ എന്ത് വരാം? അങ്ങനെ എ ഇന്റർസെക്ഷൻ ബി എന്ത് വരാം? ആരും ഉണ്ടാവില്ല, 5 അല്ലെ? ഡി മൈനസ് ഇ ആണ്. ഡിയിലേക്ക് നോക്കിയ അവിടുത്തെ ആളുകൾ എഴുതാ. അവർ ഇയിലുണ്ടെങ്കിൽ എഴുതണ്ട അല്ലെ? ഡി ഇതാ ഇവരെയാണ് എഴുതേണ്ടത്. അതിന് ഈ തൊല വന്നിട്ട് നോക്കണം. ഇതിൽ ആരും ഇല്ല, അവിടുത്തെ ഇല്ല. അതുകൊണ്ട് ഡി മൈനസ് സി ആണ്. ഡി തന്നെയല്ല. ഏതൊക്കെയാ? ഡി മൈനസ് ഇ എന്ന് പറഞ്ഞാൽ ഡിത്തെ സെറ്റ് താളുന്ന 1 2 3 തന്നെയാണ്. എഫിന്റെ കോംപ്ലിമെന്റ് ആണ് അടുത്തത്. എഫ് അല്ലാത്ത ഫുൾ. എഫിൽ ആർക്കല്ലേ? 3 4 5 6. ഇതല്ലാത്ത ഫുള്ള് നല്ല എടുക്കണത്. അപ്പൊ അതല്ലാത്ത 1 2 അല്ലേ? അപ്പൊ എഫ് കോംപ്ലിമെന്റ് ഏതിരാ? 1 2 മാറി. ഇനി ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. ഇയുടെയും എഫ് കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് ഇയിലും എഫ് കോംപ്ലിമെന്റ്. ഇതാണ് എഫ് കോംപ്ലിമെന്റ്. ഈ ഏതാ? ഇതാണ് ഇ. ഇതിലൊരു കോമൺ ആയിട്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് എന്തിനാ? 5 ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ആക്സിയോമാറ്റിക് അപ്രോച്ച് ആണ് പറയുന്നത്. അതിന് മുമ്പ് ഇവിടെ നോക്ക്. ഒരു ബാഗില് 7 ബ്ലാക്ക് ബോൾ ഉണ്ട്, വൈറ്റ് 3 ഉണ്ട്, റെഡ് ഒരു 5 ഉണ്ട്. ഓക്കെ. ചുമപ്പ് 5 ഉണ്ട്, വെള്ള 3, കറുത്ത 7 ബോളുകളുണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കണം വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. അങ്ങനെയാണ് നമുക്കറിയാം പ്രോബിലിറ്റി അറിയാം. വൈറ്റിന് റെഡിന് ബ്ലാക്കിലെ പ്രോബിലിറ്റി. വൈറ്റ് ഓർ ബ്ലാക്ക്, വൈറ്റ് ഓർ റെഡ് അല്ലെ? അല്ലെങ്കിൽ ബ്ലാക്ക് ഓർ റെഡ്, നോട്ട് റെഡ്, ഒരുപാട് പ്രോബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചു. അതിന് ടോട്ടൽ എത്ര? 10 15 അല്ലെ? ടോട്ടൽ 15. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി എങ്ങനെ നമ്മൾ പറയാം? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 10th പഠിച്ചത്. അപ്പോ മൊത്തം ഇതിൽ എത്ര? ഗ്രാൻഡ് ടോട്ടൽ 15 താഴെ കൊടുക്കും. ബ്ലാക്ക് ആണ്, ബ്ലാക്കിനെ കുറിച്ചാണ്. അപ്പൊ ബ്ലാക്കിന്റെ എണ്ണം എത്രയാണ്? അത് മേലെ കൊടുക്കും. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റോ? വൈറ്റിന്റെ പ്രോബിലിറ്റി വൈറ്റ് 3 അല്ലേ? അപ്പൊ 3/50. പിന്നെ ഏതാണ്ട് റെഡ്. റെഡിന്റെ പ്രോബിലിറ്റിയോ 5 അല്ലേ? അപ്പൊ 5/50. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ടോട്ടലാണ് താഴെ വരിക. ടോട്ടല് ചൂട്ടിൽ വരും കേട്ടോ. ടോട്ടല് ചൂട്ടിൽ.
ഇത് കൂട്ടിയാൽ ഇത് 3 ഉണ്ട്. ഈ 3 കളർ 3 കളർ കൂട്ടിയാൽ 15. ഈ 15 ഏക്കാരം ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യത്തിന്റെയും ഡിനോമിനേറ്റർ വരിക, ഛേദം വരിക. താഴെ 15, മുകളിലോ ബ്ലാക്കിനെ കുറിച്ചല്ലേ, അപ്പൊ ബ്ലാക്കിന്റെ എണ്ണം മേലെ. വൈറ്റ് ആണെങ്കിലും താഴെ 15, മുകളിലോ വൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ വൈറ്റ് അല്ലേ, വൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ വൈറ്റിന്റെ എണ്ണം കൊടുക്കാം. റെഡിനെ കുറിച്ചാണെങ്കിലും താഴെ 15, മുകളിലോ റെഡ് ആയതുകൊണ്ട് അതിന്റെ എണ്ണം കൊടുക്കാം. അപ്പൊ ഓരോന്നിന്റെ എണ്ണം മുകളിൽ കൊടുക്കുക, താഴെ ടോട്ടലും കൊടുക്കുക. ഈ നമ്പർ വലുത് എപ്പോഴും ഏതാ വരിക, ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ കണ്ടോ, ഡിനോമിനേറ്റർ വലുതില്ല. അപ്പോ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കും വരിക. 1-2 കേസുകളിൽ മാറ്റം ഉണ്ടാവട്ടെ, ഈക്വൽ ആയിരിക്കും വരും പറയാം. അപ്പൊ പ്രോബബിലിറ്റി പറയുമ്പോ നമ്മള് ഇതിലിപ്പോ പല കളറുണ്ട്. ഈ ഓരോ കളറിനേക്കാളും എണ്ണം കൂടുതൽ ടോട്ടൽ എന്ന് പറയുമ്പോൾ കളറൊക്കെ പട കൂട്ടണ്ടേ, അപ്പൊ ടോട്ടൽ അല്ലേ കൂടാ. ന്യൂമറേറ്റർ അംശം ചെറുതും ഛേദം വലുതുമാണ് വരിക. മുകളിൽ ചെറിയ സംഖ്യ താഴെ വലിയ സംഖ്യ വന്നാൽ അതിന്റെ ആൻസർ ലെസ് ദാൻ 1 ആയിരിക്കും. മുകളിലും താഴെയും 1 ആണെങ്കിലോ 1/1 എത്ര, 1, 3/3, 4/4, 20/20, 3.7/3.7. ഒരു നമ്പർ ബൈ അതേ നമ്പറിന്റെ ആൻസർ 1 ആണ്, എക്സെപ്റ്റ് 0/0. 0/0 1 അല്ല കേട്ടോ, നോട്ട് ഡിഫൈൻ ആണ്. അപ്പൊ മുകളിലും താഴെയും ഒരേ നമ്പർ ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. മുകളിൽ ചെറുതായിട്ട് താഴെ വലുതാവുക, മുകളിൽ ചെറുതായി എന്ന് പറഞ്ഞിട്ട് താഴെ വലുത് അല്ലെ, താഴെ വലുത്. താഴെയാണ് വലിയ നമ്പർ എങ്കിൽ, ഡിനോമിനേറ്റർ ആണ് വലുത് എങ്കിൽ, ഡിനോമിനേറ്റർ വലുതാണ് അർത്ഥം, ന്യൂമറേറ്റർ ചെറുതെന്നല്ലേ. അപ്പൊ ഡിനോമിനേറ്റർ വലിയ നമ്പർ ആണെങ്കിൽ അതിന്റെ ആൻസർ 0.something ആയിക്കാരം, 1നേക്കാൾ ചെറുതേക്കാരം. ന്യൂമറേറ്റർ ആണ് വലുതെങ്കിലോ അപ്പൊ ആൻസർ 1ന്റെ മേലെ വരും, 1 വരും, ചിലപ്പോ 2 എന്നാലും 1ന്റെ മുകളിലേക്കാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസർ 1. ന്യൂമറേറ്റർ ആണ് വലുതെങ്കിൽ 1ന്റെ മുകളിലേക്ക് ആൻസർ വരും. ഡിനോമിനേറ്റർ ആണ് വലുതെങ്കിലോ 1ന്റെ താഴത്തേക്ക് വരും. 1ന്റെ മുകൾക്ക് പോകുന്ന പറഞ്ഞാൽ 1 പോയിന്റ് തന്നെ അല്ലേ, ഇപ്പൊ 2 പോയിന്റ് ഒക്കെ വരും കേട്ടോ. 65/2 എത്ര, 65ന്റെ പകുതി 32.5 അല്ലേ, 1ന്റെ മേലെ. 6/5 6/5 മുകളിലെ വലുത് 1ന്റെ മേലേക്ക് വരുന്ന പറഞ്ഞത്. 1ന്റെ മേലേക്ക് എത്രയും വരാം, 1 പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് ഒക്കെ വരാം. ഈക്വൽ ആണെങ്കിൽ രണ്ടും സെയിം ആയി വരണം. ഇനി ഒരു നമ്പർ ബൈ 50 മുകളിൽ 51 താഴെയാണെങ്കിൽ 50/51 വന്നാൽ താഴെയല്ലേ വലുത്, ആൻസർ 0 പോയിന്റ്. 73/100 താഴെയാണ് വലുത്, 0 പോയിന്റ്. മുകളിൽ ചെറുത് എന്ന് പറഞ്ഞാൽ താഴെ വലുത് വന്നാൽ അങ്ങനെയാണെങ്കിൽ 0 പോയിന്റ്. മുകളിൽ വലുത് താഴെ ചെറുതാണെങ്കിൽ 1ന്റെ മുകളിലേക്ക്, 1 പോയിന്റ് തന്നെ ആവണല്ലോ, 1ന്റെ മുകളിലേക്ക്, മറ്റു 1ന്റെ താഴേക്കും വരും. ഓക്കെ, അങ്ങനെ താഴേക്കാണ് 0 പോയിന്റ്. നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഏതൊന്ന് നെഗറ്റീവ് ആണ്. രണ്ടും ഒരേ നമ്പർ ആണെങ്കിൽ എന്ത് വരും, 1 വരും. അപ്പൊ എപ്പോഴും പ്രോബബിലിറ്റി പറയുമ്പോൾ താഴത്തെ നമ്പർ വലുതും മുകളിൽ വലുതും. അപ്പൊ പ്രോബബിലിറ്റി എപ്പോഴും ഈ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. പ്രോബബിലിറ്റി കണ്ടാൽ എപ്പോഴും ലെസ് ദാൻ 1. ചിലപ്പോ ഈക്വൽ ആയി വരും, ഈക്വൽ ആയിട്ട് വരാറുണ്ട് പ്രോബബിലിറ്റി പറയാം നമുക്ക് കേട്ടോ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ലെസ് ദാൻ 1 ആണ്. 0യും വരാറുണ്ട്. ഇതിന്റെ പ്രോബബിലിറ്റി 0 ആണെങ്കിൽ കാണിച്ചാൽ ഇതിൽ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് യെല്ലോ ബോൾ? ഇതിൽ നിന്നും ഒരു ബോൾ എടുത്താൽ യെല്ലോ ഉള്ള പ്രോബബിലിറ്റി എത്ര? എങ്ങനെ നമ്മൾ പറയാം, ടോട്ടൽ എത്ര ചോട്ട് കൊടുക്കും, ടോട്ടൽ ചോട്ട് കൊടുക്കും അല്ലേ, 15. യെല്ലോ എത്ര ഉണ്ട്, എത്ര ഉണ്ട് ഇതിൽ ഉണ്ടോ, ഇല്ല, ഇല്ല. 0/15 ഈക്വൽ ടു 0 ആണ്. പ്രോബബിലിറ്റി 0 വരാറുണ്ട്, പ്രോബബിലിറ്റി 1 വരാറുണ്ട്. 1ന്റെ 0ന്റെ അടിയിൽ വരും, 1 വരും, 0 വരും. ഈ 1 വരുന്ന പറഞ്ഞ ഒരു അതാ 1 2 3 4 5 6. ഇത് എപ്പോഴത്തെ സാമ്പിൾ സ്പേസ് ആ, ഒരു ഡൈ അറിയുമ്പോൾ അല്ലേ, അതിന് കുറച്ച് കാര്യങ്ങൾ. ഈവൻ നമ്പർ ഇട്ടാൽ പ്രോബബിലിറ്റി ഗെറ്റിംഗ് ഈവൻ നമ്പർ. മൊത്തം എത്ര അതിൽ ടോട്ടൽ 6. ഈവന്റെ പ്രോബബിലിറ്റി അറിയുമ്പോ ആകെ 6 ഉണ്ട്, അതിൽ എത്ര ഈവനാ, 3. സോ പ്രോബബിലിറ്റി ഓഫ് ഈവൻ ഈക്വൽ ടു 3/6. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പറോ താഴെ 6 കൊടുക്കാം, മുകളിൽ എത്ര ഓടെ വരും നോക്കാം, 3. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 5, 5നേക്കാൾ ചെറുത്. 5നേക്കാൾ ചെറുത് പറയുമ്പോൾ എന്ത് ചെയ്യാം, താഴെ 6. 5നേക്കാൾ ചെറുത് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 4. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 5, 5ന്റെ മേലേക്ക് ഇട്ടാളത്തുണ്ട്. 5 അല്ല, 5ന്റെ മേലേക്ക് അറിയുമ്പോൾ 1 ഉള്ളൂ, 1/6. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 7, 7നേക്കാൾ താഴെ കിട്ടുന്ന എത്ര ഉണ്ട്, ഫുൾ അല്ലേ, 6ൽ 6 അല്ലേ, കണ്ടോ 1 വരുന്നത്. 7ൽ താഴെ 8ൽ താഴെയാണെങ്കിലോ, അപ്പോഴോ 8ൽ താഴെ 6 6ൽ 6.
10ന്റെ മുകളിൽ കിട്ടാനുള്ള പ്രോബിലിറ്റിയോ 10ന്റെ മുകളിൽ ആരുമില്ല 0/6 0 വരും. അപ്പൊ പ്രോബിലിറ്റി 0യും വരും 1ഉം വരും 0 സംതിങ് ആണ് വരാറ്. 0യും വരാറുണ്ട് 1 1 മുതൽ 0 1 മുതൽ 0 0 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് ആണ് വരാറ്. ഓക്കെ, മാത്രല്ല ഇതിന്റെ പ്രോബിലിറ്റി മൂന്നാളെയും പ്രോബിലിറ്റി പറഞ്ഞു. ഇനി 3 പ്രോബിലിറ്റിയും കൂട്ടി നോക്കി. ഏതൊക്കെ? 7/15ഉം 3/15ഉം 5/15ഉം. സാധ്യമായ എല്ലാ പ്രോബിലിറ്റീസും എഴുതി കൂട്ടിയാക്കാം. ഇതിന്റെയൊക്കെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? എങ്കിൽ ഒറ്റ ബൈ 15 കൊടുത്താൽ മതി. പിന്നെ 7 + 3 + 5 ആണ്. ഈ 7 + 3 + 5 ആണ് തന്നെയാണ് 15/15 ആണ് 1. അതായത് പ്രോബിലിറ്റികൾ മൊത്തം സാധ്യമായ എല്ലാ പ്രോബിലിറ്റിയും സിംഗിളുകളല്ലേ ഇതിന്റെ നിലനിൽക്കല്ലേ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പൊ ടോട്ടൽ പ്രോബിലിറ്റി എത്ര വരിക? എല്ലാ പ്രോബിലിറ്റിയും കൂട്ടിയാൽ 1 കിട്ടും. ഓരോ പ്രോബിലിറ്റിയും 0 മുതൽ 1 വരെ ഉള്ളതിന്റെ ഇടയിലേക്കാണ്. 0 വരാം, ചിലപ്പോ 1 വരാം. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്ന ആക്സിയം. ഓക്കെ, ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ്. കോയിൻ ടോസ് ചെയ്താൽ H, T രണ്ടെണ്ണാണെങ്കിൽ HH, HTTS. ഒരു ഡൈ പറഞ്ഞാൽ 1 2 3 4 5 6 രണ്ട് പ്രാവശ്യമാണെങ്കിലോ 1 1 1 2 1 3 അങ്ങനെ ഒരുപാട് പറയല്ലേ. അപ്പൊ ഒരു സാമ്പിൾ സ്പേസ് ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ സാമ്പിൾ സ്പേസ് ഏതും ആകാം. അതിന് നമ്മൾ ω1 ω2 ω3 അങ്ങനെ പോയിട്ട് ω അങ്ങനെ ഏതോ ആവാം. ഏത് എക്സ്പെരിമെന്റ് ആവാം. പോയിന്റ് ഡോസ് ചെയ്തല്ലേ നമുക്ക് H T പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏതോ ഒരു എക്സ്പെരിമെന്റിലെ സാമ്പിൾ സ്പേസ് ആണ് ω1 ω2 ω3 എക്സെട്ര ω. ഇതിൽ ഏതൊരാളുടെ പ്രോബിലിറ്റി ω1-ന്റേതാകാം ω2-ന്റേതാകാം 3 4 എത്രയുണ്ട് ω ഏതൊരു ഇവിടെ 1 2 ഏതോ കേട്ടോ. ഏതൊരു പ്രോബിലിറ്റി എന്താകാം? 1 ആവാം 0യും ആവാം. അല്ലെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എഴുതാ കണ്ടാ 0 ≤ P of ω I ≤ 1. ω1 2 3 ഏതോ I അവിടെ മുതൽ അവിടെ വരെ എന്നെ വരാണ്. ഓരോ ω യും എവിടുത്തെ ആൾക്കാരാ? ഇവിടുത്തോലാണ് സാമ്പിൾ സ്പേസ്. അപ്പൊ സാമ്പിൾ സ്പേസ് ഓരോ ω പ്രോബിലിറ്റി 0-ന്റെയും 1-ന്റെയും ഇടയിലേക്കാണ്. അത് 0 1-നും ഈക്വലും ആവാം. ഇതാണ് ഒരു ആക്സിയം. ഓക്കെ, രണ്ടാമത്തെ എങ്ങനെയാണ്? ω1 ആയിക്കോട്ടെ അതിന്റെ പ്രോബിലിറ്റി, പിന്നെ ആരാ ω2-ന്റെ പ്രോബിലിറ്റി ω3-ന്റെ പ്രോബിലിറ്റി എല്ലാരും പ്രോബിലിറ്റിയും കൂട്ടാം. ഫുള്ള് എവിടെ വരെ കൂട്ടണം? ω1-ന്റെ പ്രോബിലിറ്റി ഒക്കെ കൂട്ടി എത്ര കിട്ടുക? 1 ആണ്. ടോട്ടൽ പ്രോബിലിറ്റി 1. എല്ലാരും പ്രോബിലിറ്റി നേരത്തെ 3 കളർ പറഞ്ഞു. 3 കളറിന് പ്രോബിലിറ്റി കണ്ടു കൂട്ടിയാൽ 1 കിട്ടും. 15/15. 4 കളറാണെങ്കിലോ 4 പ്രോബിലിറ്റി കാണാൻ കൂട്ടുക. 2 കളർ ഉണ്ടെങ്കിലോ 2 പ്രോബിലിറ്റി കാണാൻ കൂട്ടുക. ടോട്ടൽ പ്രോബിലിറ്റി എത്ര വരിക? 1 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഏതൊരു ω belongs to A അവയുടെ പ്രോബബിലിറ്റിയുടെ സമ്മ് ആ ഈവന്റ് എന്നുള്ള ഈവന്റിന്റെ പ്രോബിലിറ്റി സെയിം ആണ്. എന്നുള്ളൊരു ഇവന്റ് ആണ്. ഇതിന്റെ ഇവന്റ് ഇതിൽ കുറച്ച് ആൾക്കാർ ഏതോ കേട്ടോ. അതില് കുറച്ച് ആൾക്കാർ ഇപ്പൊ ω1 ω2 ω3 3 ആൾക്കാരുടെ ഒരു സബ്സെറ്റ് അല്ലെ. സബ്സെറ്റ് നമ്മൾ ഇവന്റ് വരാം. ആ ഒരു ഇവന്റ് 3 ആളെ പേരെടുത്തു അവരുടെ പ്രോബിലിറ്റികളൊക്കെ കണ്ടുകൂട്ടാം. 3 ആൾക്ക് കൂട്ടിയത് അതാണ് എന്ത്? ആ എ എന്നുള്ള ഈവന്റിന്റെ പ്രോബിലിറ്റി. ഓക്കെ, ഇതാണ് 3 ഈവന്റ്. ഓക്കെ, 3 ആക്സിയം ട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ. An experiment involves rolling a pair of dice and recording the numbers that come up. Describe the following sample space. 2 ഡൈ ആണ്. അത് ഇങ്ങനെ എറിഞ്ഞു. അപ്പോൾ നമുക്ക് കുറെ കിട്ടും അല്ലെ? സാമ്പിൾ സ്പേസ് എങ്ങനെ കിട്ടും? ഒരു ഡൈയിൽ 6 2 ഡൈ 6 × 6 36 പേർ 1 1 1 2 1 3 അങ്ങനെ പോയി 6 6 റൂമല്ലേ? അതിൽ നിന്നും അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ABC എന്ന ഈ 3 ഇവന്റുകൾ നമ്മൾ എഴുതാം. ആ ഏതൊക്കെ സെറ്റുകളാണ്? സം ഈസ് ഗ്രേറ്റർ ദാൻ 8 അങ്ങനെ വരുന്ന പെയറുകൾ ഏതൊക്കെയാണ്? 2 occurs on either side. The sum is at least 7 and multiple of 3. ഇങ്ങനെ ഈ കണ്ടീഷൻസ് അനുസരിക്കുന്ന ABC എന്ന ഇവന്റുകൾ എഴുതാനാണ്. 2 ഡൈ നമ്മൾ എറിഞ്ഞു. 1 1 1 2 1 3 അങ്ങനെ പോയി 5 6 6 വരെ പോകും. 36 ആളുകൾ അല്ലേ? അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. അപ്പൊ നമുക്ക് ആ സാമ്പിൾ സ്പേസ് ഒന്ന് പറയാം കേട്ടോ. കുറച്ച് ചെയ്താ 1 1 1 2 1 3 അങ്ങനെ പോയി പോയി ലാസ്റ്റ് 6 6 36 ഉണ്ടാവും അല്ലെ? ഇതിന് എ എന്നുള്ള
ഇവന്റ് എഴുതണം. എങ്ങനെ എഴുതാ? ഈ 36 ഈ കണ്ടീഷൻ അനുസരിക്കുന്നവർ മാത്രമേ എയിൽ വരുള്ളൂ. സം ഈസ് ഗ്രേറ്റർ ദാൻ 1. തുക 8നേക്കാൾ വലുത്. 8നേക്കാൾ വലുത് ഏതൊക്കെ ഉള്ളത്? 8 പറ്റില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ഇല്ല. ഗ്രേറ്റർ ദാൻ 8 ആണ്. അപ്പൊ ഇനി അതിന്റെ വലുത് 9, 10, 11, 12, 13, 14 അങ്ങനെ പോലെ. പക്ഷേ ഈ 36 പേരിൽ ഏറ്റവും വലിയ നമ്പർ വന്ന പേരല്ല 6,6 ആണ്. 6 കൂട്ടിയ 12. 12ന്റെ അപ്പുറത്തേക്ക് ഒരു നമ്പർ നമുക്ക് ഈ പേര് കൂട്ടിയ കിട്ടില്ല. ഏറ്റവും ചെറിയ സമ്മ് 1 കൊടുക്കുമ്പോ 2 ആണ്. 36 ബ്രാക്കറ്റുകൾ ഉണ്ട്. 36 പേരുകളിലെ ആ പേരില് 2 നമ്പറും കൂട്ടിയാൽ ഏറ്റവും ചെറുത് കിട്ടാൻ 2. അത് കൂട്ടിയ 2 ആണ്. കൂട്ടിയ 1 കിട്ടൂല. 0, 1 പറഞ്ഞ പേര് വരില്ല. 1, 0 വരില്ല. മൈനസ് വരില്ലോ. 36 ഏറ്റവും വലുത്. അപ്പൊ അതുകൊണ്ട് കൂട്ടിയ 12 ആണ്. 13 കിട്ടൂല. 13 കിട്ടണമെങ്കിൽ 10, 3 ഇല്ലല്ലോ. ഇല്ല. 6, 7 ഉണ്ടല്ല. 9, 4 ഇല്ലല്ലോ. അപ്പൊ ഏറ്റവും വലുത് 6, 6 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമ്മുകൾ ഏതൊക്കെയാണ്? 2 മുതൽ 12 വരെയുള്ള സമ്മ വരുള്ളൂ. അപ്പൊ ഗ്രേറ്റർ ദാൻ 8 വരുന്ന പോലാണ് ഇതിന് വരും. അപ്പൊ ആരൊക്കെ പറ്റും? 9, 10, 11, 12. ഓക്കെ, 9 വരെ നമുക്ക് നോക്കട്ടോ. ശ്രദ്ധിക്കാം. 9 വരുന്ന പോലെ നമ്മൾ പറയാണ്. ശ്രദ്ധിക്കാം. 1, ശ്രദ്ധിക്കും. ഇവിടെ എത്ര വന്നാണ് 9 ആകുക? 8. അത് നടക്കൂലല്ലോ. 1 കോമയിലില്ല. 2, 6 പറ്റൂ. 2, 6 എന്താ? 8ന്റെ അപ്പുറം പോട്ടെ. അപ്പൊ 2ലില്ല. പിന്നെയോ 3, 9 ആക്കണോരാണ്. 3ന്റെ കൂടെ 6 പറ്റൂലേ? പറ്റൂലേ? ഇനി 3ന്റെ കൂടെ 6ന്റെ അപ്പുറത്തേക്ക് 7 ഇല്ലല്ലോ. അപ്പൊ 3ന്റെ ടീം കഴിഞ്ഞു കേട്ടോ. നമ്മൾ 9 ആക്കണം. ഏറ്റവും ചെറുത് 9 ആണ്. പിന്നെ 10 കേട്ടോ. 9 കിട്ടണമെങ്കിൽ 4ന്റെ കൂടെ വരണം 5 വരണം. 9 ആയി. ഇനി 4ന്റെ കൂടെ 5 വരുമ്പോ 9 ആയി. 10 ആണെങ്കിലോ 6. 4ന്റെ കൂടെ 5, 4ന്റെ കൂടെ 6. ഇതിൽ 3ൽ ഒരു ടീം, 4ൽ 2 ടീം, അടുത്തിൽ 3 ടീം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. 4, 6 പറഞ്ഞാൽ 4, 7 ഇല്ലല്ലോ. ഇനി 5ലോ 9 ആകണോ? 9ന്റെ അപ്പുറത്തേക്ക് ആലോചിച്ചാൽ മതി. 8ന്റെ അപ്പുറത്തേക്ക് 9 വരുന്നത് 4. ഇനിയോ 9ന്റെ അപ്പുറത്തേക്ക് 5ന്റെ അപ്പുറം 6 കണ്ടോ? 5ല് ടീം. 3ൽ ഒരാള്, 4ൽ 2 5ല് 3. അപ്പൊ ഇനി 6ല് നോക്കാം. 6, 1, 6, 2 നോക്കണ്ട. 9 ഏറ്റവും ചുരുങ്ങിയത് 9 ഇട്ടുണ്ടെങ്കിൽ 3 വരണം അല്ലെ? അപ്പൊ 6ന്റെ കൂടെ അടുത്ത് 4 പറ്റും. 6ന്റെ കൂടെ 5 പറ്റും. 6ന്റെ കൂടെ 6 പറ്റും. ഇവിടെ 6, 4, ഇതില് 3, ഇതിൽ 2 കേട്ടോ. ഇതാണ് എ എന്നുള്ള ഇവന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബി എന്നുള്ള ഇവന്റ് ആണ്. ബിയിൽ ആരെ വരുന്നു? 2 occurs on either side. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് 2 ഉണ്ടാവണം. രണ്ടോട്ടും ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നോക്കാം, ഒരുപാട് ഉണ്ടാവും. നമുക്ക് നോക്കാം. 2ല് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും 2, 1, 2, 2, 2, 3, 2, 4, 2, 5, 2, 6 അല്ലെ? 2 സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞു അല്ലെ? ഈ 2, വരുന്നില്ല. എന്നാ പിന്നെ എങ്ങനെയുള്ളൂ? അവസാനം 2 വരുന്നത്. ലാസ്റ്റ് 2 വരുന്ന ആരൊക്കെയുള്ളൂ നോക്കാം. 1ന്റെ അപ്പുറത്ത് 2, 2ന്റെ അപ്പുറത്ത് 2 ഇവിടെ നോക്കണം. 3ന്റെ അപ്പുറത്ത് 2, 4ന്റെ അപ്പുറത്ത് 2, 5ന്റെ അപ്പുറത്ത് 2, 6ന്റെ അപ്പുറത്ത് 2. ഓക്കെ, ഇത്രയാണ് 2 ഏതെങ്കിലും ഒരു സൈഡിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ. C equal to the sum is at least 7 and multiple of 3. 3ന്റെ മൾട്ടിപ്പിൾ ആവണം. അതിന്റെ സമ്മ് അറ്റ്ലീസ്റ്റ് 7 ആണ്. സമ്മ് ചുരുങ്ങിയത് 7. ചുരുങ്ങിയത് 7 പറഞ്ഞാല് 7 പറ്റും, 8, 9, 10, 11, 12 ഒക്കെ പറ്റും അല്ലെ? പക്ഷെ മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. 7 മുതൽ 12 വരെ ഉണ്ട് നമ്മളെ സമ്മ്. ചുരുങ്ങിയത് 7 അല്ലേ? 7 മുതലല്ലേ? ഈ 7 to 12 ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ ഓഫ് 3 വരുന്നത്? 3ന്റെ മൾട്ടിപ്പിൾ 3, 6, 9, 12, 15 ആകും. അറ്റ്ലീസ്റ്റ് 7 ആണ് സമ്മ് തന്നെ. അപ്പൊ 7ന്റെ ചുരുങ്ങിയത് 7ന്റെ മേലേക്ക് 3ന്റെ മൾട്ടിപ്പിൾ ഏതാ? 6 ഉണ്ടല്ല. 9ഉം 12 വരും. അപ്പൊ അങ്ങനെ സമ്മ് 9 വരുന്ന പോലെ പറ്റും, 12 വരുന്ന പോലെ പറ്റും. പിന്നെ 15 ഇതിലുണ്ടാവില്ല. സമ്മ് 3 പറ്റുമോ? കാരണം ചുരുങ്ങിയ 7 ആണ്. അപ്പൊ സമ്മ് 9 വരെ നമുക്ക് നോക്കാം. 1,8 അല്ലെ? 9 ആക്കട്ടെ. നമ്മൾ 9 ആക്കാം. 2 ഇല്ല. 2ന്റെ കൂടെ 6 വരണം. പറ്റുമോ? 2, 6. അപ്പൊ തീരാ അപ്പൊ സമ്മ് 9 വരുമല്ലോ നമ്മൾ നോക്കുക. 1, ആര് വരും? 1ന്റെ കൂടെ 9 ആക്കണമെങ്കിൽ 8. അതുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല. 1,8. എന്നാ പിന്നെ 2ല് നോക്കാം. 2ല് ആര് വരണം? 9 ആകണമെങ്കിൽ 7. 2, 7 പറ്റുമോ? ഇല്ല. എന്നാ പിന്നെ 3ല് നോക്കാം. 9 നോക്കാം കേട്ടോ.
3,9 ആക്കണമെങ്കിൽ 3 6 അല്ലെ 3 6 വന്ന അപ്പുറത്തെ ഒരു 6 3 നമ്മളെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഇതാ മറിച്ചിട്ട് മതി 9 ആയി. ഇനി 12 3ന്റെ കൂടെ 6 കഴിഞ്ഞാൽ പിന്നെ പറയണ്ടോ? 4ന്റെ കൂടെ നോക്കാം. 4ന്റെ കൂടെ 9 ആക്കണമെങ്കിൽ 5 പറ്റൂലേ? കൂട്ടിയൊക്കെ 7ന്റെ മേലെ കിട്ടും. 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിൾ 9 അല്ലെങ്കിൽ 12 കിട്ടുള്ളൂ. ഇതാ 9 തരുന്നു, ഇതാ 9 തരുന്നു. 4 9 തന്നു. 4ന്റെ കൂടെ 5 വന്നാൽ 9. ഇനി 5ന്റെ കൂടെ ആരാ വരിക? 5ന്റെ ഒപ്പം 4 വരുന്ന 9 ആണ്. 9 നമുക്ക് നമ്മൾ പോകണം. പിന്നെ നമുക്ക് 12 നമുക്ക് പോവാം. 12 നമുക്ക് പോകണം. ആകെ ഒരാളുള്ളൂ 6 6. 3 6 ഉണ്ട്. അതൊന്നും മറിച്ചിട്ട് 6 4 5 മറിച്ചിട്ടു 5 4 അല്ലേ? 5ന്റെ ഒപ്പം 4 വരണം. ഇനിയോ 6ന്റെ ഒപ്പം 0 വന്നാല് 6. 6ന്റെ ഒപ്പം 3 ആവുമ്പോഴോ? 6ന്റെ ഒപ്പം 3 വന്നു 9 ആയില്ലേ അല്ലേ? 6ന്റെ ഒപ്പം 3 വന്നു. പിന്നെ ഏതാ? ഇതൊക്കെ 9 തരുന്നവരാണ്. 3 6 തരും, 4 5 തരും, 5 4 തരും, 9 ആക്കി. പിന്നെ 6 3 തരും. 7 2 തരം 7 ഇതിലില്ല. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? 9 തരുന്നവരെ കഴിഞ്ഞു. ഇനി 12 തരുന്ന ആർക്കല്ലേ? 12 ആകെ ഒന്നേ ഉള്ളൂ. ആരാ? 6,6 അല്ലെ? 6,6. ഇത്രയുമാണ് സി എന്ന ഇവന്റ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ. എ ഓർ ബി. എ ഓർ ബി എന്ന് പറഞ്ഞാൽ അത് എ യൂണിയൻ ബി ആണ്. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണത്? എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബട്ട് നോട്ട് ബി ആണ് എ മൈനസ് ബി ആണ്. ബി ബട്ട് നോട്ട് എ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ആണ്. നോട്ട് എ എന്ന് പറഞ്ഞാൽ അത് എ കോംപ്ലിമെന്റ് ആണ്. നോട്ട് ബി പറഞ്ഞാലോ? നോട്ട് ബി പറഞ്ഞാൽ ബിയുടെ കോംപ്ലിമെന്റ്. ഓക്കെ, നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ നോട്ട് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, നോട്ട് ബി പറഞ്ഞാൽ ബി ആൻഡ്. അപ്പോ എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഏതാ? ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ. പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ അത് പി ഓഫ് എ യൂണിയൻ ബി ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എൻ ഓഫ് എ യൂണിയൻ ബി പറഞ്ഞില്ലേ? എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? സെൽസിൽ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അതുപോലെ പി ഓഫ് എ യൂണിയൻ ബി പറഞ്ഞാൽ പി ഓഫ് എയും പി ഓഫ് ബിയും ആഡ് ചെയ്തിട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് സബ്ട്രാക്ട് ചെയ്താൽ എന്താവും? പി ഓഫ് എ ഓർ ബി അല്ലെങ്കിൽ എ യൂണിയൻ ബി. ഇനി എയും ബിയും നമ്മൾ അവിടെ ഡിസ്റ്റോ എൻ ഓഫിൽ പറഞ്ഞു ഡിസ്റ്റോയിന്റ് സെറ്റ് ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. നമ്പർ ഓഫ് അല്ലെ? എ യൂണിയൻ ബിയിലെ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്തെ ആളുകളുടെ എണ്ണവും ബിത്തെ ആളുകളുടെ എണ്ണവും കൂട്ടിയിട്ട് ഇന്റർസെക്ഷനിലെ ആളുകളുടെ എണ്ണം കുറച്ചാൽ മതി. അവിടെ ആ രണ്ട് സെറ്റും ഡിസ്റ്റോയിന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. അത് ഡിസ്റ്റോയിന്റ് സെറ്റിന്റെ കാര്യത്തിൽ. ഇത് ഡിസ്റ്റോയിന്റ് നമ്മൾ പറയുന്നത് എന്താ? പെയർ വൈസ് ഡിസ്റ്റോയിന്റ് നമ്മൾ എന്താ പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അങ്ങനെ എയും ബിയും രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണെങ്കിൽ അപ്പൊ പിന്നെ ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല. ഇന്റർസെക്ഷൻ ആണെങ്കിൽ പ്രോബിലിറ്റി 0. അപ്പൊ ഈ ഭാഗം ഉണ്ടാവില്ല. അപ്പോ ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് then P of A or B എന്ത് സംഭവിക്കും? P of A union B എന്ന A or B ഇത് രണ്ടും തന്നെ എന്ത് സംഭവിക്കും? P of A plus P of B യിൽ അവസാനിക്കും. ഓക്കെ, അപ്പൊ അതാണ് ശരിക്കും P of A union B. ശരിക്കും ഇങ്ങനെയാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇന്റർസെക്ഷനിൽ ഫൈ ആയിക്കാരം. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 0 ആകുമ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കി ഇങ്ങനെ. ഇനി P of A and B ആണെങ്കിലോ? P of A and B എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇതാ? അത് P of A ഇന്റർസെക്ഷൻ അല്ലേ? എന്ത് ചെയ്യാം? അവിടെ ഇന്റർസെക്ഷൻ ആകുമ്പോ ഇവിടെ യൂണിയൻ ആക്കിയാൽ മതി. P of A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു P of A പ്ലസ് P of B മൈനസ് P of A യൂണിയൻ B. ഓക്കെ, A ബട്ട് നോട്ട് B എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു A മൈനസ് B ആണ് അല്ലെ? അപ്പൊ അതിന്റെ പ്രോബിലിറ്റി P of A ബട്ട് നോട്ട് B എന്ന് പറഞ്ഞാൽ P of A മൈനസ് B ആണ്. P of A മൈനസ് B എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഇതാണ് നമ്മൾ A, ഇതാണ് നമ്മൾ B. ഇത് മൊത്തം A ആണ്, ഇത് മൊത്തം B ആണ്. ഈ ഒരു സെക്ഷനാണ് നമ്മൾ എന്ത്? A മൈനസ് B. അപ്പൊ ഈ A മൈനസ് B എന്ന് പറഞ്ഞാൽ മൊത്തം എയിൽ നിന്നും ഇതാണ് ഒഴിവാക്കിയത്. മൊത്തം എയിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇതെല്ലാം കിട്ടുക. അപ്പൊ മൊത്തം എയിൽ നിന്ന് ആരെ വെക്കുക? A ഇന്റർസെക്ഷൻ B ഒഴിവാക്കുക. അപ്പൊ നമുക്ക് കിട്ടും എന്ത്?
എ മൈനസ് ബി. സോ പി ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇതുപോലെ പി ഓഫ് ബി ബട്ട് നോട്ട് എ, ബി ബട്ട് നോട്ട് എ എന്ന് പറഞ്ഞാൽ അത് പി ഓഫ് ബി മൈനസ് എ ആണ്. ബി മൈനസ് എന്റെ പ്രോബിലിറ്റി പറഞ്ഞാൽ പി ഓഫ് ബി എന്ന് മൊത്തം ഇതിൽ നിന്ന് ഇതാണ് ഒഴിവാക്കിയാൽ മതി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് വൺ പി ഓഫ് നോട്ട് എ. നോട്ട് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ കോംപ്ലിമെന്റ്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ അല്ലാത്തതിന്റെ അല്ലെ, പി ഓഫ് എ കോംപ്ലിമെന്റ് പറഞ്ഞാൽ എ അല്ലാത്തതിന്റെ അല്ലെ, എ അല്ലാത്തതിന്റെ പ്രോബിലിറ്റി. എയുടെ പ്രോബിലിറ്റിയും എ എന്നുള്ളതും എ കോംപ്ലിമെന്റും ഇവ തമ്മിൽ ഇതില്ലാത്ത അതിലുണ്ടാവും, അതില്ലാത്തതിലുണ്ടാവും, ഇത് തമ്മിൽ ബന്ധമുണ്ടാവില്ല. എയും എ കോംപ്ലിമെന്റും തമ്മിൽ എന്താണ്? ഡിസ്ജോയിന്റ് ആണ്. അവർ ചേർന്ന് എന്താകും? നമുക്ക് ആ മൊത്തം കിട്ടും ചെയ്യും. അപ്പൊ ഇതല്ലാതെ ഇതിലില്ലാത്തൊക്കെ അതിലുണ്ട്, അതില്ലാത്തൊക്കെ അതിലുണ്ട്. അപ്പോ ഒരു ഇവന്റെ പ്രോബിലിറ്റി അതല്ലാത്തതില് അതിന്റെ ബാക്കിയുള്ള പ്രോബിലിറ്റി ഒക്കെ കൂടെ കൂട്ടിയ വേണം. ടോട്ടൽ പ്രോബിലിറ്റി വേണം എ എന്നുള്ള ഒരു ഇവന്റ്, അതിന്റെ പ്രോബിലിറ്റിയും അതല്ലാത്തത് പറഞ്ഞാണ് അതിന്റെ കോംപ്ലിമെന്റ്, അതിന്റെ പ്രോബിലിറ്റിയും കൂട്ടിയ വണ്ണാണ്. അപ്പൊ എന്ത് ചെയ്യാ? പി ഓഫ് എ കോംപ്ലിമെന്റ് എന്താ വരിക? ഇതങ്ങോട്ട് കൊണ്ടാൽ മതി. 1 മൈനസ് പി ഓഫ് എ ആയിരിക്കും. പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ആയിരിക്കും. ഒരാളുടെ കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രോബിലിറ്റിനെ കുറച്ചാൽ മതി 1. എക്സാമ്പിൾ പറയാം. ബ്ലാക്ക് 7 വൈറ്റ് 3, ടോട്ടല് 10. ബ്ലാക്ക് ആളുടെ പ്രോബിലിറ്റി എത്ര? പി ഓഫ് ബ്ലാക്ക് 7/10. പി ഓഫ് വൈറ്റോ 3/10. പി ഓഫ് നോട്ട് വൈറ്റ് എന്താ? നോട്ട് വൈറ്റ് ആണ് വൈറ്റ് അല്ലാത്തത്. വൈറ്റ് അല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാക്ക് തന്നെയാണ്. അപ്പൊ ഇതിൽ ബ്ലാക്കും വൈറ്റും ഉണ്ട്. നമുക്ക് ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും പ്രോബിലിറ്റി എഴുതിക്കണം. ബ്ലാക്കിന്റെ പ്രോബിലിറ്റിയും വൈറ്റിന്റെ പ്രോബിലിറ്റിയും നമ്മൾ വെച്ചിട്ട് പറയാണ്. ബ്ലാക്ക് അല്ലാത്തതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേത് ഏതാ? ഇതിന്റെ പ്രോബിലിറ്റി ഈ പ്രോബിലിറ്റി കൂട്ടിയൊക്കെ 1 അല്ലേ കിട്ടുക? പി ഓഫ് ബ്ലാക്കും പി ഓഫ് വൈറ്റും 1 ആണ്. ഞാൻ അതിന്റെ ബ്ലാക്ക് എന്നുള്ള ഒഴിവാക്കണം. പി ഓഫ് വൈറ്റും പി ഓഫ് നോട്ട് വൈറ്റ്, നോട്ട് വൈറ്റ് എന്ന വൈറ്റ് അല്ലാത്തതാ ബ്ലാക്കിനാണ്. അപ്പൊ ബ്ലാക്ക് എന്നുള്ള പേര് മാറ്റി പറയാണ്. വൈറ്റും വൈറ്റ് അല്ലാത്തതും, വൈറ്റും അതിന്റെ കോംപ്ലിമെന്റും, ഒന്നും അതിന്റെ കോംപ്ലിമെന്റ്, രണ്ടാളതാ ഇതും അതിന്റെ കോംപ്ലിമെന്റും കൂട്ടിയ 1 ആണ് കിട്ടുക. ഓക്കെ, എന്നുള്ളൊരു പ്രോബിലിറ്റി എന്നുള്ളൊരു ഇവന്റും എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റും ആണ്. അപ്പൊ ആ രണ്ടാളുടെയും പ്രോബിലിറ്റി കൂട്ടി എത്ര കിട്ടുക? ബിയുടെയും അതിന്റെ കോംപ്ലിമെന്റിന്റെയും, അല്ലെങ്കിൽ വൈറ്റിന്റെയും അതിന്റെ കോംപ്ലിമെന്റ്. വൈറ്റ് ഇത് വൈറ്റിന്റെ കോംപ്ലിമെന്റ് ഇല്ല, വൈറ്റ് അല്ലാത്തത്. ബ്ലാക്ക് അത് ബ്ലാക്ക് അല്ലാത്തത്. ഒരു കളറും അതല്ലാത്തതും ഈ കളറും അതല്ലാത്തതും അതിന്റെ പ്രോബിലിറ്റി കൂട്ടിയ 1 കിട്ടും. എയുടെ കോംപ്ലിമെന്റ് പ്രോബിലിറ്റി എങ്ങനെയാണ്? എയുടെ പ്രോബിലിറ്റിയും എ കോംപ്ലിമെന്റ് എ അല്ലാത്തൊക്കെ എ കോംപ്ലിമെന്റ് ആണ്, എ കോംപ്ലിമെന്റ് ഇല്ലാത്തൊക്കെയാണ്. അപ്പൊ ഇത് മൊത്തം സെറ്റായി ഫുള്ളാ. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി കൂട്ടിയ 1 കിട്ടാം. അപ്പൊ എ കോംപ്ലിമെന്റ് പ്രോബിലിറ്റി 1 മൈനസ് പി ഓഫ് എ. ഒരാളുടെ കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രോബിലിറ്റി 1 കുറച്ചതാണ്. സി എന്നുള്ളതിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി എന്നാൽ സിയുടെ പ്രോബിലിറ്റി 1 കുറച്ചാൽ മതി. ഒരാളുടെ കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി എന്നാൽ അയാളുടെ പ്രോബിലിറ്റി നേരെ 1 കുറച്ചാൽ മതി. പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എന്താ? നോട്ട് എ ഇത് നോട്ട് ബി ആൻഡ് ആണ് ഇന്റർസെക്ഷൻ. പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പി ഓഫ് കൊടുക്കണം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡി മോർഗൻസ് ലോ. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് അല്ലെ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എന്താ? നോട്ട് എ ഇത് നോട്ട് ബി ആൻഡ് ആണ് ഇന്റർസെക്ഷൻ. പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പി ഓഫ് കൊടുക്കണം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡി മോർഗൻസ് ലോ. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് അല്ലെ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇതിന് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇല്ല, എ യൂണിയൻ ബിയുടെ മൊത്തം കോംപ്ലിമെന്റ് നേടാം. പി ഓഫ് ഒരാളുടെ പി ഓഫ് ഒരാളുടെ കോംപ്ലിമെന്റ്, ഒരാളുടെ കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അയാളെ കോംപ്ലിമെന്റ് ഇല്ലാതാണ് എഴുതുക. എന്നിട്ടോ 1 മൈനസ് മുമ്പിൽ കൊടുത്താൽ മതി. ഇയാളുടെ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ഇല്ലാതെ എന്താ വയ്ക്കുക? എ യൂണിയൻ ബിയുടെ പ്രോബിലിറ്റി.
ഇതിന്റെ കോംപ്ലിമെന്റ് പ്രോബിലിറ്റിയും ഇതിന്റെ കോംപ്ലിമെന്റ് ഇല്ലാത്ത പ്രോബിലിറ്റി അല്ലേ? ഈ കോംപ്ലിമെന്റ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ കോംപ്ലിമെന്റ് ഇല്ലാത്ത പ്രോബിലിറ്റി കുറച്ചാൽ മതി. ഇതിന് 1 ആൻസർ. സോ പി ഓഫ് എ യൂണിറ്റ് ബി കോംപ്ലിമെന്റ് ഈക്വൽ 1 മൈനസ് പി ഓഫ് എ യൂണിറ്റ്. പിന്നെ നമ്മള് ഇമ്പോസിബിൾ ഇവന്റ് ഷ്യൂർ ഇവന്റ് ഒക്കെ പറഞ്ഞല്ലേ? ഇമ്പോസിബിൾ അതിന്റെ പ്രോബിലിറ്റി 0 ആയിരിക്കും. പിന്നെ ഷുവർ ഇവന്റിന്റെ പ്രോബിലിറ്റി അത് 1 ആയിരിക്കും. ഇമ്പോസിബിൾ ഇവന്റ് ആരുമില്ല, അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ത് വരാ? 0 ആണ്. ഓക്കെ, ഷുവർ ഇവന്റ് ആണെങ്കിൽ ഇത് മുഴുവനാണ്. പ്രോബിലിറ്റി 0 1 ആവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതാ രണ്ട് എക്സ്ട്രീംസ് ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻസ് 9 discs. ഒരു ക്വസ്റ്റ്യൻ. A bag contains 9 discs, of which 4 are red, 3 are blue, and 2 are yellow color. All discs are similar in size and shape. What is the probability of getting a red disc, an yellow disc, a blue disc, not a blue disc, either red or blue? നോക്കാം. ഇവിടെ റെഡ് 4 എണ്ണം, ബ്ലൂ 3 എണ്ണം, യെല്ലോ 2 എണ്ണം എന്ന് പറഞ്ഞാൽ ടോട്ടല് 9. ടോട്ടൽ ഈക്വൽ ടു 9. ഒന്നാമത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഡിസ്ക്? റെഡ് കിട്ടുള്ള പ്രോബിലിറ്റി എങ്ങനെ പറയാ? ടോട്ടൽ ചോട്ട് കൊടുക്കാൻ 9. റെഡ് എത്ര? 4. പിന്നെ ചോദിച്ചിട്ടുള്ളത് യെല്ലോ ആണ്. പ്രോബിലിറ്റി ഗെറ്റിംഗ് യെല്ലോ 9 താഴെ കൊടുക്കും അല്ലെ? 9 താഴെ കൊടുക്കും. യെല്ലോ എത്ര ഉണ്ട്? 2. അപ്പൊ 2. റെഡ് അടുത്തത് ബ്ലൂ ആണ്. പ്രോബിലിറ്റി ഗെറ്റിംഗ് ബ്ലൂ 3 അല്ലേ? 3 ബ്ലൂ അല്ലേ? അപ്പൊ 3/9 കേട്ടോ. അപ്പൊ ഓക്കെ. ഇനി നോട്ട് ബ്ലൂ ആണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഗെറ്റിംഗ് നോട്ട് ബ്ലൂ? ബ്ലൂ അല്ലാത്തത്. ബ്ലൂ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ബ്ലൂ അല്ലാത്തതാ. ബാക്കിയുള്ളതാ 4ഉം 2ഉം കൂട്ടിയാൽ മതി. 6/15 വരും അല്ലേ? ബ്ലൂ അല്ലാത്ത ബാക്കി 2 കൂട്ടാം. 6 2 4 കൂട്ടാറല്ലേ? 6/9 അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഇതാണ്? ബ്ലൂ അല്ലാത്തെന്ന് പറഞ്ഞാൽ 1 മൈനസ് ബ്ലൂ. പി ഓഫ് നോട്ട് ബ്ലൂ, പി ഓഫ് ബി കോംപ്ലിമെന്റ് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ബി അല്ലേ? ഇത് നോട്ട് ബ്ലൂ പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. അപ്പൊ 1 മൈനസ് പി ഓഫ് ബി എത്ര? പി ഓഫ് ബി 3/9. 1 മൈനസ് 3/9 ക്രോസ് ചെയ്ത് നോക്കാം. 9 മൈനസ് 3/9 6/9 കിട്ടും അല്ലേ? അടുത്തത് പി ഓഫ് either റെഡ് ഓർ ബ്ലൂ. ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ. റെഡ് ഓർ ബ്ലൂ കേട്ടോ. ആർ ഓർ ബ്ലൂ ആണ് എന്ന് പറഞ്ഞാ. ആർ ഓർ ബ്ലൂ പറഞ്ഞാ ആർ യൂണിയൻ ബി അല്ലേ? ആർ യൂണിയൻ ബിന്റെ പ്രോബിലിറ്റി എങ്ങനെയാണ്? ആറിന്റെ പ്രോബിലിറ്റിയും ബിന്റെ പ്രോബിലിറ്റിയും കൂട്ടിയിട്ട് ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റി കുറച്ചാൽ മതി അല്ലേ? ഇവിടെ ഇന്റർസെക്ഷനിലെ പ്രോബിലിറ്റി എന്താവും? റെഡും ബ്ലൂവും രണ്ടും 2 കളറല്ലേ? റെഡ് ആകോ ബ്ലൂ? റെഡ് കളർ എപ്പോഴും ബ്ലൂ കളർ ആവോ? ഇല്ല. 2ന്റെ മൾട്ടിപ്പിൾ ചിലപ്പോ 4ന്റെ മൾട്ടിപ്പിൾ, 6ന്റെ മൾട്ടിപ്പിൾ ഒക്കെ സെയിം ആവും. പക്ഷെ റെഡ് ഒരിക്കലും എന്താവില്ല? ബ്ലൂ ആവില്ല. ബ്ലൂ ഒരിക്കലും വൈറ്റ് ആവില്ല. ഒരു കളർ. അപ്പൊ ഇതെന്താണ്? രണ്ടും ഡിസ്ജോയിന്റ്. റെഡും ബ്ലൂ ഡിസ്ജോയിന്റ്, ഒരു ബന്ധമല്ല. അതുകൊണ്ട് അതിന്റെ പ്രോബിലിറ്റി ആണ് രണ്ടും കൂട്ടിയാൽ മതി. റെഡിന്റെ പ്രോബിലിറ്റിയും ബ്ലൂവിന്റെ പ്രോബിലിറ്റിയും രണ്ടും ബ്ലൂ കൂട്ടിയാൽ മതി. 7 വരിക. 7/9. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A card is taken from a well-shuffled deck of 52 playing cards. If each outcome is equally likely, calculate the probability that the card will be a diamond. Second question, not an ace, a black card, not a club, not a red card, a face card. നമ്മള് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ കാർഡുകളെ കുറിച്ച് പറഞ്ഞില്ലേ? 52 ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ് അല്ലെ? മൊത്തം 52 കാർഡിൽ പകുതി റെഡും പകുതി ബ്ലാക്കും, 26 റെഡ് 26 ബ്ലാക്ക് അല്ലേ? ആ 13 റെഡില് ഹേർട്ട് ഡയമണ്ട് പറഞ്ഞ 2 13ന്റെ ഗ്രൂപ്പുകൾ അല്ലെ? അപ്പുറത്തെ ബ്ലാക്കില് ക്ലബ്ബ് സ്പേഡ് പറഞ്ഞ 13 എണ്ണം വീതമുള്ള അല്ലെ? ഓരോന്നിലും ഫസ്റ്റത്തെ ആളുകൾ എയ്സുകളാണ്. എയ്സ്, പിന്നെ 2 3 4 അങ്ങനെ 10 വരെ പോകും. പിന്നെ കിങ്, ക്യൂന്, ജാക്ക്. അപ്പുറത്തും ആദ്യം എയ്സ്, പിന്നെ 2 3 അപ് ടു 10, പിന്നെ കിങ്, ക്യൂന്, ജാക്ക്. അപ്പുറത്തൊക്കെ അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം 52ൽ 26 ചുമപ്പ്, 26 ബ്ലാക്ക്.
ചുമപ്പിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, 13 വീതമുള്ള ഹേർട്ട്, ഡയമണ്ട് അല്ലെ. അപ്പുറത്ത് ക്ലബ്ബ്, സ്പേഡ് ഉണ്ട്. ഓരോന്നിലും ഓരോ ഏസ് ഉണ്ട്. ഓരോന്നിലും കിങ്, ക്യൂന്, ജാക്കുള്ള 3 ഫേസ് കാർഡുകൾ വീതം. അപ്പൊ മൊത്തം 3x4 12 ഫേസ് കാർഡുകൾ, 4 ഏസുകൾ ഉണ്ട് പറഞ്ഞു അല്ലെ. ഇതില് പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നത്. ഡയമണ്ട്, ഒരു ഡയമണ്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ മൊത്തം എത്ര കാർഡ് ഉണ്ട് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പ്ലേയിങ് കാർഡ്സ് ഈക്വൽ ടു എത്ര കാർഡിന് മൊത്തം 52. ഓക്കെ, അതില് ഡയമണ്ട് എത്ര ഉണ്ട്? 13, 13, 13, 13. ഹേർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പേഡ് 13 അല്ലേ. അപ്പൊ ഡയമണ്ട് 13 അല്ലേ. സോ ഒന്നാമത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട് is equal to 13/52. ഇങ്ങനെയുള്ള 4 ചേർന്നാലതാകാം. ഇതിന്റെ 4 മടങ്ങാണ്, ഇതിന്റെ 4 ഒരു ഭാഗമാണത്. അപ്പൊ വെട്ടിക്കളയാം. 13 കൊണ്ട് വെട്ടിയത് 1, ഇവിടെ 4, 1/4 വരും അല്ലെ. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അടുത്ത് നോട്ട് ആൻ ഏസ്, ഏസ് അല്ലാത്ത പ്രോബിലിറ്റി ബി, രണ്ടാമത്തെ കേട്ടോ. നോട്ട് ഏസ്, ഏസ് അല്ലാതെ ഇരിക്കാൻ ഏസ് ഏതൊക്കെ ഉള്ളത്? എത്ര ഏസ് ഉണ്ട്? 4 അല്ലേ ഏസ് ഉള്ളത്. അപ്പൊ ഏസ് അല്ലാത്തതാണ്, ബാക്കി ഫുൾ ഏസ് അല്ലാത്താണ്. 52 4 കുറച്ചാ മതി അല്ലേ. 52 4 കുറച്ചത്ര 48 അല്ലേ. 48/52 അല്ലെ. പിന്നെ ഏസ് എത്ര? ഏസ് ആയുള്ള പ്രോബിലിറ്റി 4/52 അല്ലേ. ആ ഏസ് ആണ് കുറച്ചാൽ മതി. നോട്ട് ഏസ് ഇടുന്നെങ്കിൽ 1 മൈനസ് ചെയ്താൽ മതി. 1 മൈനസ് ചെയ്ത് നോക്കാം, അത് 42 തന്നെ കിട്ടാം. ഓക്കെ, മൂന്നാമത്തേതാ സി വരുന്നത്. എ ബ്ലാക്ക് കാർഡ്, പി ഓഫ് ബ്ലാക്ക്. ബ്ലാക്ക് എത്ര മൊത്തം? പകുതി ബ്ലാക്ക് അല്ലേ, 26 ബ്ലാക്ക് അല്ലേ. സോ 26/52. ഇതിന്റെ പകുതിയാണത്, ഇതിന്റെ പകുതിയാണത്, അതിന്റെ ഇരട്ടിയാണ്. രണ്ടോട് കട്ട് ചെയ്യാം. 1 26 കൊണ്ട് കട്ടിയത് 1, ഇതിലത്തെ 26 2, 1/2 കിട്ടും. അല്ലെങ്കിൽ 26/50. പിന്നെ നാലാമത്തെ എന്താ? നോട്ട് എ ക്ലബ്ബ്, ക്ലബ്ബ് അല്ലാത്തത്. ക്ലബ്ബ് എത്ര ഉണ്ട്? ക്ലബ്ബ് 13. അപ്പൊ ബാക്കി ഫുള്ള് ക്ലബ്ബ് അല്ലാത്താണ്. ബാക്കി എത്ര ഉണ്ട്? 3 13 അല്ലേ. 52-നെ 13 13 13 13 ആക്കിയാണ്. ഹേർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പേഡ്. അപ്പോ റെഡ് വരുന്നത്, ക്ലബ്ബ് വരുന്നത് 13 ആണ്. ബാക്കി എത്ര ഉണ്ടാവും? 52 13 39 അല്ലേ. 39/52. 3 13 ആണത്. ഇത് 4 13. അപ്പൊ വെട്ടി ചെറുതാക്കിയാല് ഇതില് 3, ഇത് 4, 3/4 കേട്ടോ. പിന്നെ നോട്ട് റെഡ്, റെഡ് അല്ലാത്തത്. റെഡ് അല്ലാത്ത ബാക്കി കളർ ബ്ലാക്ക് ആണ്. എത്ര? പകുതി 26. 26/52. ചെറുതാക്കി നോക്കാം, പകുതി കിട്ടും. 1/2 കിട്ടും. 2-1 അല്ലേ. എ ഫേസ് കാർഡ്, ഫേസ് കാർഡ് ആവുള്ള പ്രോബിലിറ്റി. നോട്ട് ഫേസ് കാർഡ് വേണമെന്നുണ്ടോ? ഇവിടെ ഏസ് ആണല്ലേ. ഫേസ് കാർഡ് എത്ര ഉണ്ട്? 3 ആദ്യത്തിൽ 3 3 4 12 അല്ലേ ഫേസ് കാർഡ്. അപ്പൊ 12/12 അല്ലേ. 12/52. ഇതാണ് ഫേസ് കാർഡ് ആവുള്ള പ്രോബിലിറ്റി. Okay, question. A die is thrown. Write the probability of the following. First one, a prime number will appear. Second, a number greater than or equal to 3 will appear. A number less than or equal to 1 will appear. A number more than 6 will appear. A number less than 6 will appear. ഇതിന്റെയൊക്കെ പ്രോബിലിറ്റി ആണ് കാണുന്നത്. അപ്പൊ ഡൈ അറിയുമ്പോൾ ഇന്ന് സാമ്പിൾ സ്പേസ് ഏതൊക്കെയാണ്? 1 വരെ 2 3 4 5 6 അല്ലേ. അപ്പൊ ടോട്ടൽ എത്ര? ആകെ 6. ഈ 6 ആണ് ഇതിലൊക്കെ ആൻസറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പൊ ഒന്നാമത്തിന് ആൻസർ കേട്ടോ. താഴെ 6 ആണ്. പ്രൈം നമ്പർ വിൽ അപ്പിയർ. ഇതിൽ വരുന്ന പ്രൈം നമ്പർ എത്ര ഉണ്ട്? താഴെ 6 ആണ് പ്രൈം. ഇതാ ഇത് പ്രൈം ആണ്, ഇത് പ്രൈം 3 ഉണ്ട്. 2 3 5 1 അല്ലെ. 3 അല്ലേ. സോ 3/6. ചെറുതാക്കി 1/2 കിട്ടും. വേണ്ട. അടുത്തത് ബി. നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. 3 അതിന്റെ മേലൊക്കെ. 3 പറ്റും, അതിന്റെ മേലൊക്കെ പറ്റും. അപ്പൊ ആരൊക്കെ 3 4 5 6 4 ഉണ്ട്. സോ ആൻസർ ഈസ് 4/6. അടുത്ത സി ആണ് മൂന്നാമത്. നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അതിന്റെ കീഴ്പെട്ടും. 1 പറ്റും, താഴത്തേക്ക് പറ്റും. താഴത്തേക്ക് അറിയില്ല. 1 അതിന്റെ താഴേക്ക് വരെ ആകെ 1 വരുള്ളൂ. സോ ആൻസർ 1/6. മോർ ദാൻ 6 6ന്റെ മേലേക്ക്. ഗ്രേറ്റർ ദാൻ 6 ആണ് മോർ ദാൻ 6. 6ന്റെ മേലേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 0. താഴെ 6 ആണ്. 0/6 ആണ്. 0 ആണ്. പ്രോബിലിറ്റി ഇല്ല, സാധ്യത ഇല്ല. 0. ഓക്കെ, കിട്ടൂലല്ലോ. അടുത്ത എ നമ്പർ ലെസ് ദാൻ 6. 6ന്റെ താഴത്ത് കിട്ടുക. 6 പറ്റൂല. ലെസ് ദാൻ 6 ആകുമ്പോ 6 പറ്റൂല.
6 താഴത്തേക്ക് എത്ര ഉണ്ട്? 5 ഉണ്ട്. സോ ആൻസർ 5/6. Okay. If 2/11 is the probability of an event A, then what is the probability of an event not A? എന്റെ പ്രോബിലിറ്റി ഇതാണെങ്കിൽ നോട്ട് എന്റെ പ്രോബിലിറ്റി എന്ത് എന്നാണ് ചോദ്യം. വളരെ ഈസിയാണ്. പി ഓഫ് ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി അതൊക്കെ ഇത് എ, അത് നോട്ട് എ, ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് അത്. ഇതല്ലാത്ത ബാക്കി ഫുൾ ആയിട്ടുണ്ടോ? അതല്ലാത്ത ഫുൾ രണ്ടും പാടി ചേർന്ന മൊത്തം കിട്ടും. അപ്പൊ എയുടെ പ്രോബിലിറ്റി 2/11 ആണെങ്കിൽ 11ൽ രണ്ടും എ ആണെങ്കിൽ ബാക്കി 11ൽ എത്ര ഉണ്ടാവും? എയുടെ പ്രോബിലിറ്റി പി ഓഫ് എയുടെ പ്രോബിലിറ്റി 2/11 ആണ്. അങ്ങനെയാണെങ്കിൽ നോട്ട് എന്റെ പ്രോബിലിറ്റി കാണണം. നോട്ട് എന്റെ പ്രോബിലിറ്റി ആണ് പി ഓഫ് എന്റെ കോംപ്ലിമെന്റ് ആണ്. എന്റെ പ്രോബിലിറ്റി അതിന്റെ കോംപ്ലിമെന്റ് പ്രോബിലിറ്റി കൂട്ടിയ 1 അല്ലേ കിട്ടുക. അപ്പൊ നോട്ട് എന്റെ പ്രോബിലിറ്റി ആണ് എന്താ? 1 എന്ന് കൊടുത്താൽ 1 മൈനസ് പി ഓഫ് എ കണ്ടാ മതി. 1 മൈനസ് 2/11 ക്രോസ് ചെയ്ത് നോക്കാം. 11 മൈനസ് 2 താഴെ 11 9/11. 2/11 ആർക്കാണ് 1 ആക്കാൻ കഴിയുക? ആ ആളെന്നെ ആൻസർ. 2 മേലെ 2 അല്ലേ ഉള്ളൂ. 11 ആണ് ബാക്കി 9 വരണ്ടേ? 9/11 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോബിലിറ്റി ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോബിലിറ്റി ബാക്കിയായിരിക്കും. അടുത്ത ദിവസം a committee of 2 persons is selected from 2 men and 2 women. What is the probability of getting no men? Second one, 1 man, 2 men. ഇപ്പോൾ നോക്കുക, 2 ആണുണ്ട് 2 പെണ്ണുണ്ട്. നമുക്ക് വേണ്ടത് 2 ആളുകളെയാണ്. ചിലപ്പോ 2 ആണാകും 2 പെണ്ണാകും, ഒരാണ് ഒരു പെണ്ണൊക്കെ എങ്ങനെ വന്നത്? 2 ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 2 ആണും 2 പെണ്ണുണ്ട്, 2 ആളെ സെലക്ട് ചെയ്തു. അത് ഇങ്ങനെയൊക്കെ ആവാനുള്ള പ്രോബിലിറ്റി ആണ് കാണുന്നത്. ചിലപ്പോ 2 ആണാവാം, ചിലപ്പോ 2 പെണ്ണാവാം. അല്ലെങ്കിൽ ഇവിടെ ഒരാണ് അവിടെ ഒരു പെണ്ണ്, അല്ലെങ്കിൽ ഇവിടെ ചിലപ്പോ 2 ആണാവാം ഒന്ന്, ചിലപ്പോ 2 പെണ്ണാവാം. അല്ലെങ്കിൽ ഇവിടെ ആദ്യത്തെ ആണും അവിടെ ആദ്യത്തെ പെണ്ണുമാവാം. 2 ആളെ സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ ആദ്യത്തെ ആണ് പക്ഷെ അവിടെ 2ാമത്തെ പെണ്ണ്. ഇല്ലെങ്കിൽ ഇവിടെ 2ാമത്തെ ആണ് അവിടെ 1ാമത്തെ പെണ്ണ്. ഇല്ല എങ്കിൽ ഇവിടെ 2ാമത്തതും അവിടെ 2ാമത്തതും. അങ്ങനെ 6 തരത്തിലാണ് പറ്റും. അതായത് 2 men and 2 women. We need to take 2 from them. 4 ഉണ്ടല്ലേ മൊത്തം 4 ആളല്ലേ? 2 ആൾ 2 പെണ്ണാണ് മൊത്തം 4. ആ 4 2 ആൾ വേണം. 4 2 ആൾ എങ്ങനെ എടുക്കുക? അതല്ലേ നമ്മൾ പഠിച്ച കോമ്പിനേഷൻ. There are 4 persons and we need to choose 2 from them. എത്രത് പറ്റും? 4c2 ways. എന്താ 4c2 പറഞ്ഞാൽ 4 factorial by 2 factorial, പിന്നെ കുറക്ക 2 factorial, വെട്ടിപ്പോവും. 4 3 12 പോയി 6 കിട്ടുക. 6 ഇതാണ് ടോട്ടൽ നമ്പർ. ടോട്ടൽ കേട്ടോ, ഇതാണ് ടോട്ടൽ വരിക. അത് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ 6 ആണ് വരിക. ഇതാണ് താഴെ വരിക പ്രോബിലിറ്റി. ഇനി നോ മാൻ ആണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ മാൻ? 2 മെന്നുമല്ല, അത് ആണുങ്ങളല്ലാതിരിക്കണം. 2 ആണ് പറ്റൂല, ആണല്ലാതെ പ്രോബിലിറ്റി. ആണല്ലെങ്കിൽ പിന്നെ നമ്മൾ 2 ആൾ എടുത്തു, 2 ആണ് 2 പെണ്ണുണ്ട്, അതിന് 2 ആളെ സെലക്ട് ചെയ്തു. അത് ആണ് ആവാൻ പാടില്ല, ആണല്ലാതിരിക്കുകയാണെങ്കിൽ. അപ്പൊ പിന്നെ ഏതാ 2 പെണ്ണല്ല വരിക. സോ താഴെ 4c2 നോമൻ. ആ സെലക്ഷനിൽ ആണില്ല എങ്കിൽ ആ 2 പിന്നെ ആരാ? പെണ്ണാണ്. ഇവിടെ എത്ര പെണ്ണുണ്ട്? 2 പെണ്ണിൽ 2 കൊടുക്കണം. 2c2. 2c2 എന്താ? 1 ആണ് അല്ലേ? NCN എന്നാ 1 അല്ലേ? 2c2 പറഞ്ഞാല് 1 ഇത് എത്ര? 6. 1/6 ആണ് ആൻസർ. രണ്ടാമത്തത് 1 man ആണ്. 2 ആണ് 2 പെണ്ണുണ്ട്, അതിന് ഒരാണിനെടുത്തു. 1 ആണാണെന്ന് പറഞ്ഞത്. 1 ആണെങ്കിൽ പിന്നെ മറ്റേ പെണ്ണാവണ്ടേ? സോ അതിന്റെ പ്രോബിലിറ്റി 4c2 താഴെ. ആണ് 1 ആണെങ്കിൽ അത് ഇവിടുന്ന് എടുക്കുക. ഇവിടുന്ന് എങ്ങനെ ഒരാളെടുക്കുക? അത് 2c1. അവിടുന്ന് എങ്ങനെ പെണ്ണെടുക്കുക? ഒരാണല്ലേ പറ്റുള്ളൂ, അപ്പൊ മറ്റേ പെണ്ണാണ് 2c1. ഇതോ അതോ എന്നല്ല, ഇതും അതും 2 ഉണ്ട്. ആൻഡ് ആണ്, അതുകൊണ്ട് ഇൻറ്റു. ആൻഡ് ആണ്, അതുകൊണ്ട് ഇൻറ്റു. ഓർ ആണെങ്കിൽ +1 അല്ലേ? ആൻഡ് ഇൻറ്റു. ഓക്കെ, 2c1 എന്താ? 2 ആണ്. 2c1 2 ആണ്. താഴെ 6 ആണ്. ഇത് 4/6 ആണ്. ചെറുതാക്കിയാൽ 2/3 വരും. ലാസ്റ്റ് 2 men. നമ്മൾ എടുക്കുന്ന 2 ആണാണെങ്കിലോ താഴെ 4c2 ആണ്, മറക്കണ്ട. 2 men ആണ്. ആകെ 2 ആണെന്ന് 2 എടുത്തു. 2c2 1 അല്ലേ? അത് 1/6. ക്വസ്റ്റ്യൻ
Given P of A equal to 3/5, P of B equal to 1/5. Find P of A or B if A and B are mutually exclusive. ഇതിന്റെ വാല്യൂ കാണും. A B mutually exclusive ആണ്. P of A or B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P of A യൂണിയൻ B ആണ് അല്ലേ? ശരിക്കും P of A എന്ന് പറഞ്ഞാൽ P of A plus P of B minus P of A intersection ആണ്. ഇവിടെ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി 5 ആയിരിക്കും. അപ്പൊ അതിന്റെ പി ഓഫ് 0 ആയിരിക്കും വരാം. അപ്പൊ പിന്നെ പി ഓഫ് എ എങ്ങനെയാ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഒതുങ്ങും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എ എത്ര? 3/5. പി ഓഫ് ബി ഓ 1/5. കൂട്ടിയൊക്കെ അത് 4/5. ഓക്കെ, എക്സ്ക്ലൂസീവ്. Given P of A equal to 0.35, P of A intersection B equal to 0.25, P of A and B equal to 0.6. Then find P of B. P of B ആണ് കാണുന്നത്. നമുക്കറിയാം P of A union B equal to P of A plus P of B minus P of A intersection B അല്ലേ? N of പറയുന്ന പോലെ തന്നെ അല്ലേ? ഇതിന്റെ വാല്യൂ P of A ഉണ്ട് എത്രതാ? 0.6 equal to P of A എത്രയാ? 0.35. P of B അറിയില്ല. That we have to find. അതുപോലെ ഇതപ്പോ A intersection B of 0.25. ഈ 0.6 ഇവിടെ ഈക്വൽ ടു ഈ P of B ഇവിടെ എഴുതി. അപ്പൊ ഇതും എഴുതി ഇതും എഴുതി. ഇനി ഇതണ്ട, ഇത് 0.35 ആണ്, ഇത് 0.25. ഇപ്പൊ തമ്മിൽ കുറക്കും. 0.35 0.25 കുറക്കും. 0.10 കൂട്ടും. 30 25 കുറക്ക് 10 ആണ്. പോയിന്റ് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി P of B അവിടെ ഒന്നോട്ടെ. 0.6 ഇവിടെ നിന്നോട്ടെ. ഇത് ഇവിടെ ഈ പ്ലസ് 0.10 അങ്ങോട്ട് വരുമ്പോ മൈനസ് 0.10 നമ്മൾ കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് P of B 0.606 0.10 എന്നാല് ഇവിടെ 0 ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? കുറച്ചാൽ മതി. 5.50 എന്ന് പറഞ്ഞാൽ 0.5 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 coins are tossed. Find the probability of the following. Getting 3 head, 2 head, at least 2 head, at most 2 head, no head, 3 tail, exactly 2 tail, no tail, at most 2 tail. ഇതിന്റെയൊക്കെ പ്രോബിലിറ്റി കാണാം. 3 കോയിനാണ് നമ്മൾ ടോസ് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം 3 കോയിൻ ടോസ് ചെയ്യുന്നെങ്കിൽ സാമ്പിൾ സ്പേസിൽ ഉണ്ടാവുക H വരാം. ഓക്കെ, HH അവസാനം മാത്രം ടി, ആ ടി നടുവ് കൊണ്ട് HTH, ആ ടി ആദ്യത്ത് കൊണ്ട്. അപ്പൊ എച്ചിന്റെ ഡബിളുകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എച്ചിന്റെ ഡബിൾ കഴിഞ്ഞു പറഞ്ഞാൽ ടീന്റെ സിംഗിൾ കഴിഞ്ഞു. ഇനി ടീന്റെ ഡബിൾ TTH, എച്ച് നടുവ് കൊടുത്താൽ THT, എച്ച് ഫസ്റ്റ് ഉണ്ട് HTT. അപ്പൊ ടീന്റെ സിംഗിൾ കഴിഞ്ഞു, ടീന്റെ ഡബിൾ. അതുപോലെ എച്ചിന്റെ സിംഗിൾ എച്ച് ഡബിൾ കഴിഞ്ഞു, എച്ച് ട്രിബിളും കഴിഞ്ഞു. ഇനി ടീന്റെ ട്രിബിൾ ഉണ്ട് അല്ലേ? അതാ TTT. 1 2 3 4 5 6 7 8 എണ്ണം. 2 റേസ്റ്റ് ഒരു കോയിന് എത്ര ഉണ്ട്? അപ്പുറം 2 എണ്ണം. 2 റേസ്റ്റ് 2 പ്രാവശ്യമാണെങ്കിൽ 2 റേസ്റ്റ് 2, 3 പ്രാവശ്യമാണെങ്കിൽ 2 റേസ്റ്റ് 3, 8 എണ്ണം. ഒരു കോയിൻ 4 പ്രാവശ്യമാണെങ്കിൽ 2 റേസ്റ്റ് 4, 16 എണ്ണം കേട്ടോ. എത്രയാണ് ഇപ്പൊ ടോട്ടൽ? ഇവിടെ മൊത്തത്തിൽ ടോട്ടൽ എത്ര പേരുണ്ട്? 8 ആണ് അല്ലെ? ഈ 8 ആണ് ഓരോന്നിന്റെ ആൻസർ. പ്രോപ്പർട്ടി കട്ടി 3 ഹെഡ്, 3 ഹെഡ് വരുന്ന എത്ര ഉണ്ട്? മൊത്തം 8 ആണ് അല്ലെ? 8 ആണ്. എത്ര 8? 3 ഹെഡ് വരുന്ന എത്ര? 1 ഉള്ളൂ. സോ ആൻസർ 1/8. പ്രോപ്പർട്ടി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്, 2 ഹെഡ് വരുന്ന ഏതൊക്കെയല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ ആൻസർ 3 ആണല്ലേ? 3/8. അറ്റ് ലീസ്റ്റ് 2 ഹെഡ്, ചുരുങ്ങിയത് 2 ഹെഡ്. ചുരുങ്ങിയ 2 ഹെഡ് എന്നാൽ 2 ഹെഡും പറ്റും. അതിന്റെ മേലേക്ക് പിന്നെ എത്ര? 3 ഹെഡ് അല്ലേ? അതും പറ്റും. അപ്പൊ 2 ഹെഡ് ഏതൊക്കെയല്ലേ? ഇവിടെ ഉണ്ട്. പിന്നെ 3 ഹെഡ് ഇവിടെ ഉണ്ട്. അപ്പൊ 3 1 4 അല്ലേ? 4/8 ശരിയല്ലേ? അറ്റ്മോസ്റ്റ് 2 ഹെഡ്, അറ്റ്മോസ്റ്റ് 2, മാക്സിമം 2 ഹെഡ് ആണ്. മാക്സിമം 2 ഹെഡ് പറഞ്ഞാല് 2 ഹെഡ് പറ്റും. അതിന്റെ താഴത്ത് 2 ഹെഡും 1 ഹെഡും ഹെഡ് ഇല്ലെങ്കിലും പറ്റും. അതാണ്. അപ്പൊ 2 ഹെഡ് ഏതൊക്കെയാ? 3 എണ്ണം ഉണ്ട്. 1 ഹെഡോ? 1 ഹെഡ് വേറെ 3 എണ്ണം ഉണ്ട്. അവിടെ
അല്ലെ? അപ്പൊ 6 പിന്നെ ഹെഡ് തീരെ അല്ലാത്ത ഇതാ, അപ്പൊ ഒന്നും A ആണ് കേട്ടോ. അപ്പൊ ഇതിന് ആൻസർ 7/8. ഓക്കെ. നോ ഹെഡ്, ഹെഡ് തന്നെ അല്ലാത്ത എത്ര ഉണ്ടാവും? അതാകെ ഒന്നുള്ളൂ. ഹെഡ് ഇല്ലാത്ത അതല്ലേ ഉള്ളൂ. സോ അതിന്റെ ആൻസർ 1/8. അതുപോലെ നോ ടൈലും 1/8 കേട്ടോ. ടൈല് തീരെ ഇല്ലാത്തതാ 3 ടൈൽ, 3 ടൈല് വരെ എത്ര ഉണ്ട്? 3 ടൈല് വരെ അതാ 3 ഒന്നല്ലേ. സോ അതിന്റെ ആൻസർ 1/8. എക്സാക്ട്ലി 2 ടൈൽ, കറക്റ്റ് 2 ടൈല്, 2 ടൈൽ കറക്റ്റ് തന്നെ 2 ടൈൽ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, 3 അല്ലേ. അപ്പൊ എക്സാക്ട്ലി 2 ടൈൽ ആകുമ്പോ 3/8. അറ്റ്മോസ്റ്റ് 2 ടൈൽ, മാക്സിമം 2 ടൈൽ. 2 ടൈൽ മാക്സിമം വരുന്ന 2 ടൈൽ 2 ടീലിലും പറ്റും. അതിന്റെ താഴത്ത് മാക്സിമം ആണ് 2 ടൈൽ. അപ്പൊ അതിന്റെ താഴത്തേക്ക് 2 ടീം പറ്റും, 1 ടീം ടീലാത്ത പറ്റും. 2 ടീം വരുന്ന എത്ര ഉണ്ട്? 3 ഉണ്ട്. 1 ടീം വരുന്ന 3, അപ്പൊ 6 പിന്നെ ടീ ഇല്ലാത്ത 1 7 കേട്ടോ. സോ ആൻസർ 7/8. ഓക്കെ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ പ്രോബബിലിറ്റി എന്നുള്ള ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.